Assalamualaikum warahmatullah. Alhamdulillah. Wassalatu wassalamu ala ashrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ശബ്ദം ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണ്. നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന വിഷയത്തില് LGBTQ ആക്ടിവിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന്റെ ഒരു സ്വാധീനം നമ്മളുടെ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ വരെ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ഈ ഒരു ചർച്ച തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത്. SCERT പുറത്തിറക്കുന്ന 9ാം ക്ലാസ്സിലെ സാമൂഹിക ശാസ്ത്ര പാഠപുസ്തകത്തില് ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള കാര്യം നമ്മൾ കണ്ടു, നമ്മൾ കേട്ടു. അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് ചർച്ചകൾ നമ്മൾ അറിഞ്ഞു. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല്, കുട്ടികളുടെ പാഠപുസ്തകത്തിനകത്ത് മാറി വരുന്ന രാഷ്ട്രീയങ്ങളുടെ താല്പര്യങ്ങള്, അജണ്ടകള് കുത്തി നിറയ്ക്കലല്ല ഒരു പാഠപുസ്തകത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കേണ്ടത് അതല്ല. നമ്മുടെ കുട്ടികൾ എന്ത് പഠിക്കുന്നു, അവരുടെ വളർച്ചയിലും അവരുടെ വ്യക്തിത്വത്തിലും അവരുടെ വികാസത്തിനും അത് ഉപയോഗപ്രദമാകുന്നുണ്ടോ എന്നുള്ളൊരു കേവലം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ജനറേഷൻ, നമ്മൾ 1 മുതൽ 10 വരെയുള്ള നമ്മളുടെ ഒരു പാഠപുസ്തകങ്ങൾ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് അല്ലെ? അത് എന്തൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ളതല്ല, മറിച്ച് അതിലെ കഥകളും അതിലെ കവിതകളും അതിലെ രാജ്യസ്നേഹവും അതിലെ സമത്വവും സന്തോഷവും നന്മയും ഒക്കെ ജീവിതത്തിൽ ഒരു വിധം പകർത്താൻ ശ്രമിച്ച ആളുകളാണ് നമ്മൾ. അത്തരത്തിലുള്ള നമ്മളുടെ മക്കളുടെ പാഠപുസ്തകത്തിനകത്ത് എവിടേക്കോ പഴറ്റി തകർന്നു പോയ അല്ലെങ്കിൽ വിജയം പ്രാപിക്കാതെ വന്ന ആശയങ്ങളെ നമ്മളുടെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുകയും ജീർണിച്ച ഒരു തലമുറയായിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരവസ്ഥയില് തീർച്ചയായും മാതാക്കൾ എന്ന നിലയിൽ നമുക്ക് പ്രതികരിക്കേണ്ടതുണ്ട്. നമ്മളുടെ കുട്ടികളുടെ ചിന്തകള് അത് സ്വതന്ത്രമാകണം. അവർക്ക് ചിന്തിക്കുവാനുള്ള അവസരങ്ങൾ നമ്മൾ തുറന്നു കൊടുക്കണം. മറിച്ച് ഇവിടെ നടക്കുന്നത് എന്താന്ന് വെച്ചാല്, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാവൂ, നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കാവൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവരുടെ ചിന്തകളെ കേവലം അതിനൊരു എന്താ പറയാ വിലങ്ങിട്ട് ഈ രീതിയിൽ നിങ്ങൾ ചിന്തിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പറഞ്ഞു വെക്കുക ചെയ്യുന്നത്. അതൊരു തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. നമ്മൾ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള ഒരു പദപ്രയോഗം ആക്ച്വലി അത് കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളത് 1-2 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ആയിരുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം കേട്ടു തുടങ്ങിയത് അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും, ബാലുശ്ശേരിയിൽ ഒരു സ്കൂളില് കേരള സർക്കാർ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പാക്കിയതിന്റെ പേരിൽ ഒരുപാട് ചർച്ചകള്, ഒരുപാട് ഡിബേറ്റുകള്, അതുപോലെ തന്നെ സ്കൂൾ തലത്തില് പാരന്റ്സിന്റെ ചർച്ചകള്, തെരുവുകളിലും കുട്ടികളോടും ഒക്കെ പലരും ചോദിക്കുന്നതും, അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലും ഒക്കെ ഈ ഒരു വിഷയം വന്നതായിട്ട് നമ്മൾ കണ്ടു. അവിടെ എല്ലാം മുഴച്ചു നിന്നിരുന്ന ഒരു ആശയം എന്താന്ന് വെച്ചാല്, ഒരു തെറ്റിദ്ധാരണ, കേവലം വസ്ത്രത്തിൽ മാത്രമാണ് ആ ചർച്ചകളൊക്കെ ഒതുങ്ങി എന്നുള്ളതാണ് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അവിടെ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ വസ്ത്രം ധരിച്ചാൽ എന്താണ് പ്രശ്നം? പെൺകുട്ടികൾക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് വസ്ത്രം ധരിച്ചുകൂടെ? അല്ലെങ്കിൽ പെൺകുട്ടി പാന്റ് ഇട്ടാൽ എന്താ? ഈ രീതിയിലുള്ള ചർച്ചകൾ മാത്രമായിരുന്നു. അവളുടെ കംഫർട്ട്, അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം എല്ലാ പെൺകുട്ടികളും അന്ന് ചർച്ചയിൽ സംസാരിച്ചതായിരുന്നു. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം നമ്മൾ ധരിക്കുന്നതിന് എന്താ പ്രശ്നം എന്നുള്ളതായിരുന്നു. പക്ഷെ ജെൻഡർ യൂണിഫോമിനകത്ത് ഒളിഞ്ഞിരുന്ന ജെൻഡർ ന്യൂട്രാലിറ്റിയെ ഇപ്പോഴിതാ ഈ പാഠപുസ്തകത്തിലൂടെ അവര് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോഴാണ് നമുക്ക് ബോധം വന്നത്, അവര് പറഞ്ഞുകൊണ്ടിരുന്നത് അവര് കേവലം യൂണിഫോമിൽ പ്രാവർത്തികമാക്കിയ ഒരു സാധനത്തിനകത്ത് ഇത്രയും ആശയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു 9ാം ക്ലാസ്സുകാരൻ അവന്റെ സ്കൂളിലെ പഠനം കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും
8ലും 9ലൊക്കെ പഠിക്കുന്ന കുട്ടികളോട് എങ്ങനെ ഉണ്ടായിരുന്നുടാ അന്ന് ക്ലാസ്സിൽ, എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ക്ലാസ്സിൽ, എന്തൊക്കെയാ പഠിച്ചത് എന്നൊക്കെ സ്വാഭാവികമായിട്ടും ഉമ്മമാര് ചോദിക്കും. അവരുടെ പുസ്തകങ്ങൾ നമ്മൾ നോക്കും ഒക്കെ ചെയ്യും അല്ലെ. അപ്പോ കുട്ടി പറയാണ് ഉമ്മ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഇന്ന് കേട്ടു, ഇന്നിങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ക്ലാസ് എടുത്തു എന്ന് പറയുമ്പോ ആ കുട്ടിയോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? നമ്മളുടെ അറിവ് ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണ് ഇനി അത് ഉണ്ടാക്കിയെടുക്കേണ്ടത്? നമ്മുടെ മക്കളോട് നമ്മൾ ഏത് രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരുമായിട്ട് നമ്മൾ എങ്ങനെയാണ് ചർച്ച നടത്തേണ്ടത്? നിങ്ങൾ ഇതിൽ ആരെങ്കിലും പിന്നെ 9ാം ക്ലാസ്സിലെ കുട്ടികൾ ഉള്ള ഉമ്മമാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു എസ് നടിച്ചിട്ടുള്ളൂ, വെറുതെ എസ് നടിച്ചാൽ മതി, ടൈപ്പ് ചെയ്താൽ മതി എസ്. നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ഒരു പാഠമൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വെറുതെ ഒന്ന് അടിച്ചിട്ടാൽ മതി, അറിയാൻ വേണ്ടിയിട്ടാണ്. മാഷാഅല്ലാ മാഷാഅല്ലാ. നാദിയ സക്കീന ഇസ്ന റഹീം ഇല്ല. ഓക്കെ. അപ്പോ ഉള്ള ആളുകളുണ്ട്. നിങ്ങൾ ഈ പുസ്തകം കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവര് നിങ്ങളിത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയോ ഉണ്ട്. വഫ വേറെ ആരെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഓക്കെ, ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ ഇന്നത് അറിയാൻ പോവുകയാണ്. നമ്മളെ കുട്ടികൾ ഇതിനകത്ത് 9ൽ പഠിക്കുന്നുണ്ടെങ്കിൽ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നെക്സ്റ്റ് അവര് 9ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. അവരെ ആദ്യം തന്നെ നമുക്ക് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ എന്തിലേക്ക് ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കാൻ പറ്റും ഇൻഷാ അല്ലാ. അപ്പൊ ഇതില് 9ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകത്തില് 2ാം ഭാഗമായിട്ട് പഠിക്കുന്ന പുസ്തകത്തിലെ 8ാമത്തെ ചാപ്റ്റർ ആണ് ലിംഗവിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് എന്ന ടൈറ്റിലോട് കൂടിയിട്ടുള്ള ഈ ഒരു ടുവേർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിലോട് കൂടിയിട്ടുള്ള ഈ ഒരു പാഠഭാഗം. ഇതിന്റെ തുടക്കം തന്നെ വരുന്നത് ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് അതിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇത് പറഞ്ഞിട്ടാണ് ആ ചാപ്റ്റർ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാലോ, വലിയ ആളുകളൊക്കെ പറയുന്നത് തുടക്കത്തിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടെ ഒരു എന്താ പറയാ ഒരു അതെന്റിസിറ്റി, ഒരു കാഠിന്യം അതിന് കൂടും അല്ലെ, അതിന്റെ ഒരു മൗലികത കുറച്ചും കൂടെ വെളിവാകും. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ തന്നെ തുടങ്ങുന്നത്. ഇതിൽ ആദ്യം തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: ലിംഗ പദവിയും ലിംഗഭേദവും, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ, വ്യത്യസ്തമായ ആശയങ്ങളാണ്. കാണുന്നില്ലേ? ലിംഗപദവി തെരഞ്ഞെടുക്കാനുള്ള അവകാശം വ്യക്തിയിൽ നിക്ഷിപ്തമാണ്. വളരെ പിന്നെ ഷോർട്ടാക്കിയിട്ട് വലിയൊരു ആശയത്തെയാണ് ഇവിടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ താഴെ തന്നെ പറയുന്നുണ്ട് ലിംഗ പദവി എന്താണ്, ലിംഗഭേദം എന്താണ് എന്നൊക്കെ. ലിംഗ പദവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജെൻഡർ ആണ്. ലിംഗഭേദം എന്ന് പറഞ്ഞാൽ അത് സെക്സ് ആണ് എന്ന് പറയുന്നുണ്ട്. ഇത് ഈ രണ്ട് ഇതിൽ താഴെ തന്നെ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഈ വാർത്തയിൽ നിന്ന് എന്തെല്ലാമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് ചോദിക്കുന്നുണ്ട് കുട്ടികളോട്. സ്വാഭാവികമായിട്ടും നമ്മളുടെ ശ്രദ്ധ ഉടക്കുക ലിംഗപദവി, ലിംഗഭേദം ഇങ്ങനത്തെ ഒന്നും പദങ്ങൾ നമ്മൾ അധികം കേട്ടിട്ടില്ല, അതിലേക്കായിരിക്കാം കുട്ടികള്. അതുപോലെ തന്നെ ലിംഗപദവി തെരഞ്ഞെടുക്കുവാനുള്ള അവകാശം വ്യക്തിയിൽ നിക്ഷിപ്തമാണ് എന്നുള്ള ഒരു സെന്റൻസ് നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കുട്ടികൾക്കും അത് ഉണ്ടാക്കും അല്ലെ. അപ്പൊ ഇതാണ് നമ്മൾ അതിൽ എന്താ സംഭവം എന്നുള്ളൊരു സാധനം നമ്മളുടെ മനസ്സിൽ ഉടക്കും. അതിനുശേഷം അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരികയാണ്, ഈ വാർത്തയിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് ലിംഗപദവി എന്ന് പറഞ്ഞാൽ ജെൻഡർ ആണ്, അതുപോലെ തന്നെ ലിംഗഭേദം എന്ന് പറഞ്ഞാൽ സെക്സ് ആണ്. ഈ രണ്ട് പദങ്ങളാണ് ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ മുതലാണ് ഇതിന്റെ ഒരു പ്രശ്നം ആരംഭിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മള് പണ്ടൊക്കെ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത്, ഫോം ഫില്ല് ചെയ്യുമ്പോഴാണ് ജെൻഡർ നമ്മൾ അതിനകത്ത് കാണിക്കുക അല്ലെ. പണ്ട് സെക്സും ജെൻഡറും ഒരേ അർത്ഥം തരുന്ന പദങ്ങളായിരുന്നു. നമ്മള് സെക്സ് ഒന്നില്ലെങ്കിലും ഒന്ന് സെക്സ് എന്ന് കാണും, അല്ലെങ്കിൽ ജെൻഡർ എന്ന് കാണും. അവിടെ നമ്മൾ മെയിൽ ഓർ ഫീമെയിൽ എന്ന് എഴുതും. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് വർഷങ്ങൾക്ക് ഇങ്ങോട്ട് നമ്മൾ പൂരിപ്പിക്കുന്ന നമ്മളുടെ ഫോമുകൾക്കെല്ലാം തന്നെ ജെൻഡർ എന്താണ് എന്നും സെക്സ് എന്താണ് എന്നുള്ളതും, അതുപോലെ തന്നെ അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവ എന്നുള്ള രീതിയിലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ കളിക്കുന്ന ഗെയിമിനകത്ത് പോലും ഇങ്ങനെ ജെൻഡർ ഏതാണ്, സെക്സ് എന്താണ്, അതുപോലെ തന്നെ അതേഴ്സിൽ ഏതാണ് തന്നെ ക്ലിയർ ആയിട്ട് LGBTQ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലിയർ ആയിട്ട് കൊടുക്കുന്ന ചില ഗെയിമുകളുണ്ട്. ഇതൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ മക്കൾ ഗെയിമിലേക്ക് പോകുന്നത്. കാര്യം നമ്മൾ ഓർക്കണം, നമ്മളിപ്പോഴും ആൺ പെണ്ണ് എന്നുള്ളതിൽ ഇങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല, അവരടുത്ത അതേഴ്സ് എന്താണെന്ന് അവർക്ക് അറിയുന്നുണ്ട്. അവരിങ്ങനെ ഗെയിമുകളാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടാണ് അവര് പോകുന്നത് എന്നർത്ഥം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം സെക്സും ജെൻഡറും നമ്മുടെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം
അത് ഒന്നാണ്. പക്ഷെ ഇവിടെ പഠിക്കുന്നത് എന്താന്ന് വെച്ചാല് ആരോ സംസാരിക്കുന്നുണ്ടല്ലോ, ഒന്ന് നിങ്ങളത് മ്യൂട്ട് ചെയ്യൂട്ടാ. ഓക്കെ, ഇവിടെ നമ്മളുടെ കുട്ടികൾ പഠിക്കുന്നത് എന്താ വെച്ചാൽ സെക്സും ജെൻഡറും വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. ഇത് ക്ലിയർ ആയിട്ട് അവർ പറയുന്നുണ്ട്. ലിംഗഭേദവും ലിംഗപദവിയും. നിങ്ങൾക്ക് ഇത് ഇവിടെ അങ്ങനെ ചെറിയൊരു ഹെഡിങ് കാണാൻ പറ്റും. നിങ്ങൾ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ടെസ്റ്റ് തന്നെ എടുത്തു വെക്കാം, എന്നിട്ട് നോക്കാം. അല്ലാത്തവർ ഇതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതില് ലിംഗഭേദം എന്ന് പറയുന്നതാണ് സെക്സ്, ലിംഗപദവി എന്ന് പറയുന്നതാണ് എന്ത് ജെൻഡർ എന്ന് പറയുന്നത്. ഇത് തികച്ചും വ്യത്യസ്തമാണെന്നാണ് പഠിപ്പിക്കുന്നത്. ഇതില് ഞാൻ ഇതിനെ ഓരോന്നും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യല്ല, ഞാൻ ഇതിന്റെ ഒരു കണ്ടന്റ് ഇങ്ങനെ മൊത്തത്തിലുള്ള ഒരു ആശയം നിങ്ങളോട് ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സെക്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതുപോലെ തന്നെ, നമ്മൾ അറിയുന്നത് പോലെ തന്നെ ഒരു മനുഷ്യന്റെ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്ന അവന്റെ ലിംഗത്തിന് അനുസരിച്ചിട്ടാണ് സെക്സ് ഏതാണ് എന്ന് തീരുമാനിക്കുന്നത്. ആണിന്റെ ലിംഗമുള്ളത് ആണാകും, പെണ്ണിന്റെ ലിംഗമുള്ളത് പെണ്ണാകും. തുടലുകൾക്കിടയിൽ അവന്റെ ലിംഗം എന്താണോ അതിനനുസരിച്ചിട്ടാണ് ഒരു വ്യക്തിയെ ആണാണോ പെണ്ണാണോ തീരുമാനിക്കുന്നത്. തികച്ചും എന്താണ് അവരോട് പറയുന്നുണ്ട്, ആണും പെണ്ണും വേർതിരിക്കുന്നത് ജീവശാസ്ത്രപരമായ സവിശേഷതകളെ സൂചിപ്പിക്കുന്നതാണ് ലിംഗഭേദം എന്ന് പറയുന്നത്. ക്രോമസോമുകൾ, ശരീരഘടന, ഹോർമോണുകൾ, പ്രത്യുൽപാദന വ്യവസ്ഥ, മറ്റു ശാരീരിക ഘടനകൾ എന്നിവ ആണിലും പെണ്ണിലും വ്യത്യസ്തമാണ്. അതാണ് ലിംഗഭേദം എന്നുള്ള പദം സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അത് ക്ലിയർ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ അതന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സെക്സും ജെൻഡറും. പക്ഷെ അവർ അടുത്ത പാരഗ്രാഫോട് കൂടി പറയുന്നത് എന്താന്ന് വെച്ചാൽ ജെൻഡർ എന്നുള്ളത് അത് സൊസൈറ്റിയിൽ നിന്ന് അവൻ ആർജിച്ചെടുക്കുന്ന അവന്റെ ഒരു ആർജിത പദവി, അതിൽ അവന് സ്ഥിരപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ജെൻഡർ എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അത് സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്. സമൂഹത്തിൽ നിന്നും അവന് ഉരുത്തിരിഞ്ഞെടുക്കുന്ന അവന്റെ സ്വാധീനങ്ങൾ കൊണ്ട് ഉണ്ടായി വരുന്ന ഒരു ആർജിത പദവിയാണ്. അത് സ്ഥിരപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ജെൻഡർ എന്ന് പറയുന്നത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുകൊണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികള് നമ്മളുണ്ടല്ലോ, ഇപ്പൊ ടെക്സ്റ്റ് ബുക്കൊക്കെ നമ്മളെ പഠനം എങ്ങനെയാണല്ലോ ഉണ്ടാവുക, ടെക്സ്റ്റ് ബുക്കുകളിനകത്ത് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ചോദ്യ ഉത്തരമൊക്കെ കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും, എന്താണ് ലിംഗഭേദം, ലിംഗപദവി, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെ ആയിരിക്കും. കുട്ടികൾ ഈ രീതിയിലാണ് അതിനെ മനസ്സിലാക്കുന്നത് എന്ന് നമ്മൾ അറിയാം. ഇവിടെ നമ്മൾ ഇങ്ങനെ പറയുന്ന ഒരു കുട്ടിയോട് നമ്മൾ എന്താണ് പറയേണ്ടത്? കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്താന്ന് വെച്ചാല് ഈ ഈ സെക്സും അതുപോലെ തന്നെ ജെൻഡറും അത് ഒന്നാണ് എന്നുള്ളതാണ്. അപ്പൊ കുട്ടികൾ ചോദിക്കുകയാണ്, അല്ല ജെൻഡർ എന്ന് പറയുന്നത് ഇങ്ങനെ ആർജിച്ചെടുക്കുന്ന ഒരു സാധനമല്ലേ എന്നുള്ളത്. അത് ഇവര് തെളിയിക്കുന്നത് എന്താന്ന് വെച്ചാൽ ജെൻഡർ ആർജിച്ചെടുക്കുന്ന സാധനമാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ പറയുന്നത് എന്താന്ന് വെച്ചാല് ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോ ജനിച്ചു വീഴുമ്പോ അവന് സമൂഹത്തിൽ നിന്ന് ഇപ്പൊ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അത് നീല കളറിൽ കാണപ്പെടും, അത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അതിനെ പിങ്കു ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. നിറം, രണ്ട് നിറങ്ങളിലാണ് ആൺകുട്ടീനെ പെൺകുട്ടീനെ. അതുപോലെ തന്നെ അവർക്ക് നമ്മൾ മേടിച്ചു കൊടുക്കുന്ന ടോയ്സുകള്, ആൺകുട്ടികളുടെ ടോയ്സുകള് എന്തായിരിക്കും, വാഹനങ്ങള്, പന്ത്, അതുപോലെയുള്ള ജീപ്പ് കാറൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള പക്ഷെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആരാണ് സംസാരിക്കുന്നത്? ഓഫാക്കുവോ? സംസാരിക്കുന്ന ആളുകളൊന്ന് മ്യൂട്ട് ചെയ്യുവോ? ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. സംസാരിക്കുന്ന ആളുകളൊന്നും അതില് മ്യൂട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുവോ? എന്നിട്ട് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചാൽ മതി. മ്യൂട്ട് ഓൾ എന്നുള്ളത് എന്റെ ഉണ്ടാവുക? അതെ, അതിലുണ്ടാവും. ഓക്കെ ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പോ എന്താ പറഞ്ഞു വെച്ചത്? ആൺകുട്ടികൾക്ക് മേടിച്ചു കൊടുക്കുന്ന ടോയ്സുകള്, അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ടോയ്സുകൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും ഡോളും കിച്ചൺ സെറ്റും ഒക്കെ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര അത്ഭുതം തോന്നും. ഒരു കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ടോയ്സിനനുസരിച്ച്, അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ അങ്ങനെ കുട്ടികളോട് നീ തന്നെ ഉപയോഗിക്കുക, നിനക്ക് തന്നെ ഉപയോഗിക്കണം എന്ന് നമ്മൾ പറയാറില്ലല്ലോ. മാതാക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ കുട്ടികള് ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള അമ്മമാരായിരിക്കും നമ്മൾ, അല്ലേ? അവര് വീട്ടില് 2 തരം ടോയ്സ് ഉണ്ടെങ്കിൽ
ഇപ്പൊ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉള്ള ഒരു വീട്ടിൽ വീണ്ടും ഒരു പെൺകുട്ടി ജനിക്കാന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ 2 തരം ടോയ്സുകൾ ഉണ്ടായിരിക്കും. ഈ കുട്ടി സെലക്ട് ചെയ്യുക സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന ടോയ്സുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഡോളുകളും സോഫ്റ്റ് ആയിട്ടുള്ള ഡോളുകളും അതുപോലെ തന്നെ പിന്നെ കിച്ചൺ സെറ്റുകളും ഒക്കെ ആയിരിക്കും. അപ്പൊ അതിനെ ഇവർ വ്യാഖ്യാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ നിന്ന് പിന്നെ സൊസൈറ്റി അങ്ങനെ തന്നെയാണ് ഒരു പെൺകുട്ടീനെയും ആൺകുട്ടീനെയും വളർത്തുന്നത് എന്നുള്ളതാണ്. അങ്ങനെ സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്യുന്നത് സൊസൈറ്റിയിൽ നിന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആർജിച്ചെടുക്കുമ്പോഴാണ് ഒരു കുട്ടിയിൽ ജെൻഡർ ഉണ്ടാകുന്നത്. അവന് ആണാണെന്ന് തോന്നുകയാണെന്നുള്ളത് അത് പെണ്ണാണെന്ന് തോന്നുന്നത് ഈ ജെൻഡർ എന്നുള്ളത് അതിൽ നിന്നും ആർജിച്ചെടുക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരം രീതിയിൽ സെക്സിനെയും ജെൻഡറിനെയും വളരെ വ്യത്യസ്തമായ 2 കാര്യങ്ങളായിട്ട് അവതരിപ്പിക്കുകയാണ് ശരിക്കും ജെൻഡർ ന്യൂട്രാലിറ്റി ഇതിൽ ചെയ്യുന്നത്. നമുക്ക് ഈ പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എന്താ പറയാ, ഒരാളുടെ സെക്സിനനുസരിച്ച് ആയിരിക്കണമെന്നില്ല അയാളുടെ ജെൻഡർ എന്ന് ക്ലിയർ ആയിട്ട് പറയാണ്. ഒരാളുടെ സെക്സിനനുസരിച്ച് ഒരാൾക്ക് ആണിന്റെ സെക്സ് ആണെന്നുള്ളത് ഒരു കുട്ടിക്ക് ആണിന്റെ സെക്സ് ആണെന്നുള്ളതുണ്ടെങ്കിൽ അവൻ സൊസൈറ്റിയിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന ജെൻഡർ വ്യത്യസ്തമായിരിക്കാം. അതേപോലെ തന്നെ പെണ്ണ് പറയാ, ഒരു പെണ്ണിന്റെ അത് അവൻ ശരീരപ്രകൃതി കൊണ്ട് അവൾ പെണ്ണാണെങ്കിൽ കൂടിയും അവൾ സൊസൈറ്റിയിൽ നിന്ന് ആർജിച്ചെടുക്കുന്നത് അത് പെണ്ണെണ്ണായിക്കൊള്ളണം എന്നില്ല. ജെൻഡർ എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോ കുട്ടികൾക്ക് ഭയങ്കര രീതിയിലുള്ള ഒരു കൺഫ്യൂഷനാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ കൺഫ്യൂഷൻ പിന്നെ ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. എന്താണ് പിന്നെ ഈ LGBT ആക്ടിവിസം എന്നുള്ളത്. നമ്മൾ LGBTQIA+ എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടാവും അല്ലെ. ഇതിനകത്ത് വളരെ പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതെന്താണ്, ഓരോ ലെറ്ററും എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഒന്ന് ചെറുതായിട്ട് നോക്കാം എന്താണ് ഓരോ ലെറ്ററും എന്നുള്ളത്. അതിൽ L എന്ന് പറയുന്നത് ലെസ്ബിയൻ ആണ്. L എന്ന് പറഞ്ഞാല് ലെസ്ബിയൻ എന്ന് പറഞ്ഞാല് പെണ്ണിനോട് തന്നെ ഇഷ്ടം തോന്നുകയും അവര് തമ്മിലുള്ള പിന്നെ സെക്സിനെയാണ് പറയുന്നത്. പെണ്ണും തമ്മിലുള്ള ബന്ധത്തിനെയാണ് പറയുന്നത് എന്ത്, ലെസ്ബിയൻ എന്ന് പറയുന്നത്. അതാണ് L എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗേ ആണ് രണ്ടാമത് വരുന്നത്. അത് ആണും തമ്മിലുള്ള ബന്ധത്തിനെയാണ് പറയുന്നത്. മനസ്സിലാക്കണം. ഓക്കെ. അതുപോലെ B എന്ന് പറയുന്നത് അത് ബൈസെക്ഷൽ ആണ്. അത് ആണിനോടും പെണ്ണിനോടും ഒരാൾക്ക് താല്പര്യം ഉണ്ടാവുന്നു. ഒരു പെണ്ണിന് ചിലപ്പോൾ ആണിനോടും പെണ്ണിനോടും തോന്നാം, ഒരു ആണിന് പെണ്ണിനോടും ആണിനോടും തോന്നാം. ഇതാണ് ബൈസെക്ഷൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്യൂർ ആണ് പിന്നെ വരുന്നത്. അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു പിന്നെ ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങൾ, ആരോടും എങ്ങനെയും ഏത് രീതിയിലും തോന്നുന്ന ഒരു വിചിത്രം എന്നാണ് അതിന്റെ അർത്ഥം തന്നെ വരുന്നത്. ആ രീതിയിലാണ് പിന്നെ പറയുന്നത്. അപ്പൊ ഈ LGBTQ-നകത്ത് ടിയെ നമുക്ക് മാറ്റി നിർത്താം. ഇതില് LGB അതുപോലെ തന്നെ Q, ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ്. ആണും ആയിട്ടുള്ള ബന്ധവും പെണ്ണും ആയിട്ടുള്ള ബന്ധവും, ഒരാൾക്ക് ആണിനോടും പെണ്ണിനോടും താല്പര്യം തോന്നുന്നതും, ഒരാൾക്ക് ഏത് രീതിയിലും സെക്സിനെ ഏത് രീതിയിലും കാണുന്ന ഒരവസ്ഥയിൽ എന്തിനോടും തോന്നുന്ന ഒരവസ്ഥയിലേക്കും വരുന്ന ഒരു വിചിത്രമായ ഒരാശയം. ഇങ്ങനെ ഈ ഒരു 4 കാര്യം ഇത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതും ഇത് സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്തതുമാണ്. പക്ഷെ ഇവിടെ കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്താണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ ഒരു വീക്ക് പോയിന്റ് ആണ്. നമുക്ക് ഒരു എന്താ പറയാ, അവരോട് ഭയങ്കര ഇത് തോന്നും. സ്വാഭാവികമായിട്ടും ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അവരോട് ഒരു കരുണ തോന്നുന്ന ഒരു ആളുകളാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. ഇവരെങ്ങനെയാണ്, ഇവരെ കുറിച്ച് ഇവർ പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ ഒരാൾക്ക് പെണ്ണിന്റെ ശരീരഘടന ഉണ്ടാവുകയും അവർക്ക് പിന്നെ അവർക്ക് മസ്കുലിറ്റി ആണത്വം അവരിൽ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത്. തിരിച്ചും ഉണ്ടാകും. ആണിന്റെ എന്ത് ചെയ്യും, പെണ്ണിന്റെ ഫെമിനിറ്റിയും പ്രകടമാകും. അപ്പൊ പെണ്ണിന് മസ്കുലിറ്റിയും ആണിന് ഫെമിനിറ്റിയും പ്രകടമാകുന്നതാണ് ശരിക്കും പറഞ്ഞാല് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാല്. ഇതൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. എന്റെ ശരീരം പൂർണ്ണമായും പെണ്ണിന്റേതാവുകയും എന്റെ ഉള്ളില് ഒരു മസ്കുലിറ്റി, ഒരു ആണത്വം അവശേഷിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സംഘർഷം അത് വളരെ വലുതാണ്. ഈ ഒരു അവസ്ഥയെ സമൂഹം വളരെ ഒരു കാലഘട്ടത്തിൽ 10-15 വർഷങ്ങൾക്ക് മുമ്പ് വളരെ മോശമായിട്ടായിരുന്നു കണ്ടിരുന്നത്. ഇവരെ സൊസൈറ്റിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു, ഇവരെ ഒരു കളിയാക്കിയിട്ടും ഒക്കെ ആയിരുന്നു സമൂഹം ഇവരെ കണ്ടിരുന്നത്. പക്ഷെ പിന്നീട് ഒരു
ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ സിനിമകളാകട്ടെ, നോവലുകളാകട്ടെ, ഡ്രാമകളാകട്ടെ, എല്ലാ കഥകളും വരുന്നത് ഇവരോടൊരു ഇവരെ ഒരു പരിഗണിക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇവരെ മാറ്റി നിർത്തുന്നതിന്റെ അവസ്ഥകളെ കുറിച്ചും. ഡിസ്റ്റർബൻസ് ഉണ്ട്, അത് ആരോ ഓണാക്കിയതാണ്. ശ്രദ്ധമായി. ഓക്കെ, ഇപ്പൊ ഓക്കെ ആയല്ലോ അല്ലെ? എന്നുവെച്ചാല് നമ്മളുടെ ആ ഒരു ഫ്ലോ നഷ്ടപ്പെടും. ഞാൻ എന്താ പറഞ്ഞത് ചിലപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഓക്കെ, ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അവരോട് ഭയങ്കര ഒരു പ്രയാസവും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗമായി അവരെ കണക്കാക്കുകയും ഒക്കെയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പോ ഇവരോട് നമുക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. പക്ഷെ ഈ ഒരു ടീമിനെ, ഇത്തരത്തിലുള്ള ആളുകളെ ശരിക്കും ഈ LGBT ആക്ടിവിസം ഇവർ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് ഒരു പ്രത്യേക വർഗമായിട്ട് അവരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നമുക്കുള്ള പരാതി. ഒരു പിന്നെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെണ്ണിന്റെ ശരീരം ഉണ്ടായിട്ട് മസ്കുലിനിറ്റി അനുഭവപ്പെടുന്നു, ആണിന്റെ ശരീരം ഉണ്ടായിക്കൊണ്ട് ഫെമിനിറ്റി അനുഭവപ്പെടുന്നു. ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്. ഈ അവസ്ഥയില് ശരിക്കും ഇവര് ചെയ്യുന്ന എന്താന്ന് വെച്ചാല് പൂർണ്ണമായും അവരെ ഒരു വിഭാഗമാക്കി മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ആണും പെണ്ണും പിന്നെ അതേഴ്സ് പറഞ്ഞില്ലേ, ഈ ഒരു അതേഴ്സ് ആക്കിയിട്ട് ഒരു മറ്റു ആളുകളായിട്ട് ഇവരെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്താന്ന് വെച്ചാല് അവര് മറ്റൊരു വിഭാഗമല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണ് ആണ് എന്നുള്ള രണ്ട് വിഭാഗമായിട്ട് മാത്രമാണ് പടച്ചോന് സൃഷ്ടിച്ചിട്ടുള്ളത്. അവരിൽ വരുന്ന ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, സംഘർഷങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, അതിനെ നമ്മൾ സോൾവ് ചെയ്യുക ചെയ്യേണ്ടത്. ആ സൊല്യൂഷൻ വളരെ സിമ്പിൾ ആയിട്ട് നടത്താൻ പറ്റുന്ന രീതിയിൽ, സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സൊല്യൂഷനുകൾക്ക് അത് നടത്താൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ആ ഒരു സൊല്യൂഷൻ ആണ് പഠിച്ചോ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആണിന്റെ ശരീരമുള്ളവരെ ആണിന്റെ ഗ്രൂപ്പായിട്ടും പെണ്ണിന്റെ ശരീരമുള്ള ആളുകളെ പെണ്ണിലേക്കും എത്തിക്കുകയാണ് ചെയ്യേണ്ടത്. അവർക്ക് അവിടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അവിടെ അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ പ്രതികരിക്കണം എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചെയ്യേണ്ടത്. അവരുടെ മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ മാത്രമാണത്. അതിനെ വിഗ്രഹവൽക്കരിച്ചുകൊണ്ട് അവരുടെ മനസ്സെന്താണോ ആഗ്രഹിക്കുന്നത്, ഇപ്പൊ ആണിന്റെ ശരീരമുള്ള ഒരു ആൾക്ക് ഫെമിനിറ്റി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു പെണ്ണത്തം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഇവർ പറയുന്ന എന്താന്ന് വെച്ചാൽ പൂർണ്ണമായും അവരുടെ ശരീരത്തെ കീറി മുറിച്ചുകൊണ്ട് പെണ്ണാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പെണ്ണിന്റെ ശരീരമുള്ളവർക്ക് പിന്നെ ആണത്തം അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ ശരീരത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് അതിലേക്ക് മടങ്ങട്ടെ എന്നാണ് പറയുന്നത്. ഇതൊരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായിട്ട് ഇതിനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കൂല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞിട്ട് ഒരു വിഭാഗമാക്കി മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയില്ല. അവരെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഭാഗമല്ല. അവരെ സപ്പോർട്ട് ചെയ്യുന്നത് യഥാർത്ഥ രീതിയിൽ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവേണ്ടത് സ്വാഭാവികമായിട്ടും കുട്ടികൾ ചോദിക്കും. അവിടെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് യഥാർത്ഥത്തില് LGBTQ എന്ന് പറയുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യല്ല, മറിച്ച് അവരെ വെച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ LGBTQ-നകത്ത് എന്ന് പറയുന്നത് ഇവരെന്ത് ചെയ്തു, ഈ LGBQ എല്ലാതും കൂടെ ഉള്ളിൽ എന്ത് തന്നു, ഈ ടീനെ വെച്ചു. ഈ ടീനെ വെച്ചപ്പോ എന്തായി, ഈ ടീനെ മാത്രം ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് നിന്നു. അപ്പോ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു മാനസിക പ്രയാസത്തിന്റെ ഒരു പ്രശ്നമാണ് ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞാല്. ഇതിന്റെ മറവിൽ ഇവരെന്ത് ചെയ്യുന്നു, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു മറ പിടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ലെസ്ബിയനും അതുപോലെ തന്നെ ഗേ, ബൈസെക്ഷൽ, ക്വയർ ഒക്കെ അതിന്റെ ഒരു മറവിൽ അവർ നിൽക്കുകയാണ്. എന്നിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് എന്താണോ അനുഭവിക്കുന്നത്, അത് അവരനുഭവിക്കുന്ന പ്രയാസം എന്നത് മാനസികമായ സംഘർഷമാണ്. അതിന്റെ കീഴിൽ ഇവരും അത്തരത്തിലുള്ള ആളുകളാണ് എന്ന് ധാരണയാണ് വളർത്തുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തികച്ചും അത്തരത്തിലുള്ള ആളുകൾ മാറ്റി നിർത്തുക.
അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേ ചെയ്യുള്ളൂ. അത് അത്തരത്തിലുള്ള താല്പര്യമുള്ള ആളുകളെ അവരുടെ പാട്ടിന് വിടുമ്പോ സൊസൈറ്റിയിൽ, സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ മറവില് ഇവരിങ്ങനെ ഒരു വർണ്ണരാജി, ഒരു വലിയ വർണ്ണരാജി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. വർണ്ണരാജി എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന ടോയ്സുകള്, നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന പുസ്തകങ്ങള്, ഇതിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇവരുടെ സ്വർഗരതിക്കാരുടെ ഫ്ലവർ എന്ന് പറയുന്നത് ഒരുപാട് കളറുകളാണ്. മഴവില്ലിന്റെ കളറുകളാണ്, പല പല കളറുകളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ശബ്ദം ബുദ്ധിമുട്ടുണ്ട് അല്ലെ? ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. പിന്നെ ഇവരുടെ ഫ്ലാഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? പല നിറങ്ങളാണ് ഇതിനകത്തുള്ളത് അല്ലെ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്തോളൂ ട്ടോ. ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്നാൽ എനിക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. വെറുതെ ഒരു എസ് അടിക്കുക അല്ലെങ്കിൽ നോ ആണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു എൻ അടിക്കുകയൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് പിന്നെ നമ്മുടെ ഒരു ക്ലാസ് എന്ത് ചെയ്യാൻ തരും, കുറച്ചുകൂടെ നല്ലതാക്കി മാറ്റാം. അപ്പം ഇത്തരത്തിലുള്ള ഫ്ലാഗുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. കണ്ടിട്ടില്ലേ? ഒന്ന് വൈ അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു എസ് അടിച്ചാൽ മതി, കുറെ ഒന്നും ടൈപ്പ് ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഫ്ലാഗുകള് നമ്മൾ അറിയാതെ നമ്മളുടെ വീടിനകത്ത്, നമ്മളിപ്പോ തെരഞ്ഞു നോക്കിയാൽ മതി, കുട്ടികളുടെ നോട്ട്ബുക്കിന്റെ ചട്ടയിനകത്ത് ഉണ്ടായിരിക്കും, നമ്മൾ ഏതെങ്കിലും കുട്ടികളുടെ ടോയ്സിനകത്ത് ഉണ്ടായിരിക്കും റെയിൻബോ കളർ. ഈ സാധനം എവിടെയെങ്കിലും ഒക്കെ കുത്തി നിറച്ചിട്ടുണ്ടായിരിക്കും. കുട്ടികളുടെ വാട്ടർ ബോട്ടിലിനകത്ത് പലതും ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കുട്ടികളിപ്പോ വല്ലാതായിട്ട് ഒരു ചെയ്യുന്ന ഒരു സാധനമാണ്, എന്റെ പേര് അറിയില്ല, ഇങ്ങനെ ഒരു ബബിൾ ഉണ്ടാവും, അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടപ് ടപ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ താഴ്ത്തുകയും ചെയ്യും, അവിടുന്ന് ഇങ്ങനെ അടിക്കുകയും ചെയ്യും ഒരു സാധനം. അപ്പൊ അതിന്റെ പേര് എനിക്ക് ഓർമ്മല്ല. ആ സാധനത്തിനകത്തൊക്കെ ഈ ഒരു വർണ്ണരാജി കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര രസമാണ് അത് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ കുത്താൻ, ഒരു ടൈം പാസ് പോലെ. ആ സാധനങ്ങളിലൊക്കെ നമ്മൾ അറിയാതെ ഈ ഒരു വർണ്ണങ്ങൾ കൊണ്ടുവരികയാണ്. പോപ്പിറ്റ് ആ സാധനത്തിനകത്ത് കൊണ്ടുവരികയാണ്. അപ്പോ പിന്നെ കുട്ടികളുടെ നോട്ട്ബുക്കിന്റെ ചട്ടകള് പലതും നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ കുട്ടികളുടെ ടോയ്സിനകത്ത് നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതെ, പോപ്പിറ്റ്. അപ്പോ ഈ ഒരു സാധനം, അതെ, കാർട്ടൂണുകളില് ഒക്കെ ശരിയാണ് പറഞ്ഞത്. ഇങ്ങനെ കുട്ടികളുടെ കുഞ്ഞു കുഞ്ഞു പുസ്തകത്തിനകത്തൊക്കെ നമുക്കിത് കാണാൻ പറ്റും. അപ്പൊ ആ ഒരു കളർ കോഡ് നമ്മൾ അറിയാതെ നമ്മളുടെ ബ്രെയിനിനകത്തേക്ക് ഒരു ഇട്ട് തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഇതിന്നൊക്കെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ കുട്ടികളെ എന്താ പറയാ ഒരു പിന്നെ വലയിട്ട് പിടിക്കാൻ പല സ്ഥലങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഗെയിമുകളിലൊക്കെ പറയണ്ട, പല രീതിയിലുള്ള ആശയങ്ങളും കാര്യങ്ങളുമാണ് ഗെയിമിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മളറിയാത്ത പല രീതികളിലും കുട്ടികളിലേക്ക് ഇപ്പോ ലെസ്ബിയൻ ആശയങ്ങള്, അതുപോലെ ഗേ ആശയങ്ങളൊക്കെ വളരെ പർവ്വതീകരിച്ചുകൊണ്ട്, അതിനെ ഭയങ്കര വിഗ്രഹവൽക്കരിച്ചുകൊണ്ട്, അത് അത്തരം ആളുകളുടെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള കുഞ്ഞു എല്ലാത്തിനും, ചെറിയ വെബ് സീരീസിനകത്ത്, സിനിമകളുടെ അകത്ത് ഒക്കെ ഇങ്ങനെ അറിയാതെ ഇത് കുത്തിത്തിരിക്കുന്നുണ്ട്. നമുക്കത് ചിലപ്പോ മാറ്റിയെടുക്കാൻ കഴിയില്ല, അത്രത്തോളം അതിൽ ലയിച്ചിട്ടുണ്ടായിരിക്കും ആ സാധനങ്ങളൊക്കെ. അപ്പം ഈ രീതിയിൽ നമ്മളുടെ ജീവിതത്തോടും ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സാധനമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ, നമ്മളെ കുട്ടികളെ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ചൊന്ന് ബോധത്തോട് കൂടിയിട്ട് ഇരിക്കണം. കുറച്ച് നമ്മൾ പറയല്ലോ, 4 കണ്ണായിട്ട് ചുറ്റും എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതും നമ്മളുടെ കുട്ടിയിൽ അത് എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രസവിച്ചിട്ട് ഒരു 2-3 മാസം ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് കുട്ടികളെ കുറിച്ചുള്ള ഏകദേശം ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? നമ്മൾ പറയും അവൻ കരയണത് വിശന്നിട്ടായിരിക്കും. 3 മാസം ആയിട്ടുണ്ടാവുള്ളൂ, 2 മാസം 3 മാസം ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ പറയും വിശന്നിട്ടാണ് കരയണത്, അല്ലെങ്കിൽ അവിടെ ആരും ഇല്ലാഞ്ഞിട്ടാണ്, ആരെങ്കിലും ഒന്ന് പോയി ഇരുന്നാൽ മതി, അവൻ കരച്ചു നിർത്തിക്കോളും, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. അതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും അവരെ ഒബ്സർവ് ചെയ്തു, അവരെ നമ്മൾ മനസ്സിലാക്കി. നമ്മളായിട്ടുള്ള ബന്ധം അത്രയും ഉണ്ട് കുട്ടികൾക്ക്. അപ്പൊ ഒരു 8-ലും 9-ലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവന്റെ സ്വഭാവത്തില്, അവന്റെ വർത്തമാനങ്ങളില് ഒക്കെ വരുന്ന ചേഞ്ചസ്. അപ്പം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കുട്ടികളിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഐഡന്റിഫൈ ചെയ്യുക, അവരോട് തുറന്ന് സംസാരിക്കുക. അപ്പൊ ഈ തുറന്ന് സംസാരങ്ങൾ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അവരായിട്ടുള്ള നല്ല ബന്ധം ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം. ഒരു പിന്നെ കുട്ടികളോട് ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ട് സംസാരിക്കുക. നമ്മൾ ആക്ഷൻ എടുക്കുമ്പോൾ നമ്മളൊരു ഉമ്മയാവുക, അല്ലാതെ ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ട് നമ്മൾ ആക്ഷൻ എടുക്കരുത്. നമ്മൾ മദറായിട്ട് ആക്ഷൻ എടുക്കുക, ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അവരോട് സംസാരിക്കുക. അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ കേൾക്കാൻ നമ്മളൊരു ആളായി നിന്ന് കൊടുക്കുക. അപ്പൊ നമുക്ക് ശരിക്കും മനസ്സിലാവും എന്താണ് ഈ ഒരു ജനറേഷൻ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മളുടെ ജനറേഷനും ആ ഒരു ജനറേഷനും തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ പെട്ടെന്നൊന്നും കഴിഞ്ഞോളുന്നില്ല, അത് കഴിയൂല. അപ്പൊ മാക്സിമം അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് നമ്മൾ അതിനെ സഹായിക്കുക എന്നുള്ളത്. അപ്പോ കുട്ടികൾ വലുതാകും തോറും അവരുടെ
അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അവരെ ഫ്രീ ആക്കി വിട്ട് അങ്ങനെ പോകരുത്. എപ്പോഴും ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ബന്ധം എപ്പോഴും നിലനിർത്തണം. ഇതിൽ മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങൾ അവർക്കറിയാം. ഇപ്പൊ വെറുതെ ഒന്ന് ഈ ഒരു വിഷയം നിങ്ങളൊന്ന് ചർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ നിന്നൊന്ന് ചർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും അവരുടെ അടുത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒരിക്കലും പിന്നെ ഈ ലെസ്ബിയനോ ഗേയോ ബൈസെക്ഷലോ ക്യൂറോ ആയിട്ട് ഉൾപ്പെടുത്തരുത്. അത് മാറ്റി നിർത്തണം. മറ്റേതെല്ലാം നമുക്ക് പാടില്ലാത്തതാണ്, അത് വേറെ തന്നെയാണ്, ഇതിൽ പെടുന്നതേ അല്ല. അതേപോലെ തന്നെ LGBTQ അതിൽ വരുന്നതാണ് ഐയും എയും. കേട്ടില്ലേ? ഐയും എയും. അത് ഐ എന്ന് പറയുന്നത് ഇന്റർസെക്സ് ആണ്. അത് തികച്ചും ശാരീരികമായിട്ടുള്ള ഒരു വൈകല്യമാണ്. എന്നുവെച്ചാല് ഒരു ശരീരത്തിനകത്ത് ആണിന്റെയും പെണ്ണിന്റെയും ലിംഗം രണ്ടും ഉണ്ടാകുക എന്നുള്ളതാണ്. അത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, അവരെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, അവർക്ക് ഏത് രീതിയിലാണ് അതിന്റെ മെഡിക്കൽ നമ്മൾ എന്തൊക്കെയാണ് അതിന് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത്, ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇസ്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പോ ഒരു ആൺ ശരീരത്തിനകത്ത് ആണിന്റെയും പെണ്ണിന്റെയും ലിംഗങ്ങൾ ഉണ്ടാകുക, ഒരു പെൺ ശരീരത്തിനകത്ത് ആണിന്റെയും പെണ്ണിന്റെയും ലിംഗം ഉണ്ടാകുക, ഇതാണ് ഇന്റർസെക്സ് എന്ന് പറയുന്നത്. ഈ ഒരു അവസ്ഥ ശരിക്കും പറഞ്ഞാല് തികച്ചും ശാരീരികമാണ്. അതിന് ആ രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇവരെ ഒരിക്കലും നമ്മൾ ലെസ്ബിയന്റെയോ LGന്റെ BQ ഒന്നിന്റെയും കൂടെ ഉൾപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത്. അത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെത് മാനസികമാണെന്നുണ്ടെങ്കിൽ ഇന്റർസെക്സിൻ്റെത് വരുന്നത് ഒരു ശാരീരിക പ്രശ്നമാണ്. അതേപോലെ തന്നെയാണ് അസെക്ഷൽ എന്ന് പറയുന്നത്, എന്ന് പറയുന്നത്. അത് രണ്ടിനോടും, ആണിനോടും പെണ്ണിനോടും താല്പര്യമില്ലാത്ത ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാല്. ഇപ്പോ അവർക്ക് നമ്മൾ അവരെ ഫോഴ്സ്ഫുള്ളി കല്യാണം കഴിപ്പിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ചില ആളുകൾ പറയും കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഇപ്പൊ അങ്ങനെ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പെൺകുട്ടികളുടെ ഇടയിലൊക്കെ വളരെ കൂടുതലായിട്ട് വിവാഹം കഴിക്കാനില്ല എന്നുള്ള താല്പര്യമില്ലാത്തതൊക്കെ പറയുന്നുണ്ട്. അതിന് വേറെ അജണ്ടകളാണുള്ളത്. പക്ഷെ ഇങ്ങനത്തെ ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവരെ പിടിച്ച് നമ്മൾ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു ലൈംഗിക ജീവിതം, ഒരു കുടുംബ ജീവിതം ഒന്നും നയിക്കാൻ സാധിക്കൂല. അത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അപ്പോ ഇത് മൂന്നും എന്ന് പറയുന്നത് തികച്ചും ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തത്, ഒന്ന് ട്രാൻസ്ജെൻഡർ ആണ്, ഒന്ന് ഇന്റർസെക്സ് ആണ്, അതേപോലെ തന്നെ 3 അസെക്ഷൽ ആണ്. അത് ക്ലിയർ ആണല്ലോ അല്ലെ? ഇത് നമുക്ക് നമ്മളുടെ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു സക്സസ് ആയിരിക്കും. അത് കുട്ടികൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് ഇതെന്താ പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് കൂടി കലർന്നിട്ടുള്ളത് എന്നുള്ള തോന്നലുണ്ടായിരിക്കും. അതാണ് ഈ ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതെ, അതാണ് ജെൻഡർ പൊളിറ്റിക്സ്. അതിലേക്കാണ് നമ്മൾ ഇൻഷാല്ലാ കടക്കുന്നത്. ഇപ്പോ നമ്മൾ പറഞ്ഞതുപോലെ ഈ പാഠഭാഗത്തില് നമുക്ക് അടുത്തതായിട്ട് കാണാൻ പറ്റുക, ഇതിലിങ്ങനെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാല് നിങ്ങൾ പുസ്തകമുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇതിന്റെ PDF നമുക്ക് കിട്ടും, അത് ഓൺലൈനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് LGBTQ ആണോ ചോദിച്ചത്? Q ആണ് നമ്മൾ പറഞ്ഞത്. വളരെ വിചിത്രമായിട്ടുള്ള, ആരോടും എങ്ങനെയും തോന്നുന്ന രീതിയിലുള്ളതാണ് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതില് ശിശുക്കളോടും അതുപോലെ തന്നെ ശവരതി, മൃഗരതി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനത്തെ പല വിചിത്രമായിട്ടുള്ള ആശയങ്ങളാണ് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ നമുക്ക് ആരോടാണോ എന്തിനോടാണോ എങ്ങനെയാണോ സെക്സ് തോന്നുന്നത് അതാണ്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു ആശയമാണ്. അപ്പൊ ഇതിനെ എല്ലാത്തിനെയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ തികച്ചും നമുക്ക് സമൂഹത്തിൽ രക്ഷപ്പെടുത്തേണ്ട, അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ കൂട്ടിപ്പിടിക്കേണ്ട ഒരു വിഭാഗത്തിന്റെ കൂട്ടത്തിലാണ് ഇവരെല്ലാരും കൂടെ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും ഒരാണിനോട് താല്പര്യം തോന്നുന്ന ഒരാണിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു പെണ്ണിനോട് താല്പര്യം തോന്നുന്ന ഒരു പെണ്ണിനോട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അവർക്കുള്ളത് അവരുടെ പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ അവരെ സപ്പോർട്ട് ചെയ്താ നിങ്ങൾ പെണ്ണിനെ താല്പര്യമുള്ള ആളുകൾ പെണ്ണിലേക്കും, ആണിന് താല്പര്യമുള്ള ആളുകൾ ആണുകളിലേക്കും പോവാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് സൊസൈറ്റിയിൽ വമ്പിച്ച രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട്, ഉണ്ടാക്കും. അതുകൊണ്ടാണ് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ 3 വിഭാഗങ്ങളെ നമ്മളെ സ്വാഭാവികമായിട്ട് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. ഇപ്പൊ നിങ്ങൾ ഈ പുസ്തകത്തിന്റെ താഴേക്ക് ഇങ്ങനെ പോരുമ്പോ ലിംഗ പദവിപരമായ പങ്കുകൾ, ജെൻഡർ റോൾസ്, ഇത് എന്താന്ന് ഇതിനകത്ത് ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോ ശരിക്കും പറഞ്ഞാലേ വായിച്ചു നോക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് വരുന്ന എന്താണെന്ന് വെച്ചാല് ഇവര് ജെൻഡറൽ ന്യൂട്രാലിറ്റിയും
ജെൻഡർ ന്യൂട്രാലിറ്റി തന്നെയാണ് ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള സാധനം. ജെൻഡർ ഇക്വാലിറ്റി ആണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്കാണ് പിന്നെ വരുന്നത്. അതാണ് അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട സാധനം. പലപ്പോഴും നമ്മൾ വിചാരിച്ചിട്ടുള്ള ഇക്വാലിറ്റി ആണ് എന്ത് ഓക്കെ, നമ്മൾ പറയുന്ന ഇക്വാലിറ്റി ആണ്. മ്യൂട്ട് ആക്കാൻ പറ്റണില്ല എനിക്ക്, എന്താണാവോ അറിയുന്നില്ല. ജെൻഡർ ഇക്വാലിറ്റി ആണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള രീതിയിലാണ് പിന്നീട് ഈ ഒരു പാഠപുസ്തകത്തിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അതില് പിന്നെ ഈ ജെൻഡർ റോൾസിൽ വരുന്ന എന്താന്ന് വെച്ചാല് നമുക്ക് വളരെ പിന്നെ അത്ഭുതം തോന്നും. കുട്ടികളുടെ മനസ്സിലേക്ക് എത്ര പിന്നെ ശ്രമകരമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നത് എന്നുള്ളത്. ഇതിലൊരു പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താവാനാണ് ആഗ്രഹം എന്ന്. അപ്പോ പിന്നെ ഭാവിയിൽ ആരാകാനാണ്, എന്താകാനാണ് ആഗ്രഹം ചോദിക്കുക. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ അവള് പറയാണ്, എനിക്ക് കാർ റേസിംഗ് ആണ് ഇഷ്ടം. കാർ റേസിംഗ് ആണ് ഇഷ്ടം എന്ന് പറയുന്ന അവളെ നോക്കിയിട്ട് ഒരു ആൺകുട്ടി ചോദിക്കുകയാണ്, അതൊക്കെ പെൺകുട്ടികൾക്ക് പറ്റുമോന്ന്. അപ്പൊ ഇങ്ങനെ സോഷ്യൽ കൺസ്ട്രക്ടർ ആണ്. പിന്നെ പെണ്ണിന് പറ്റില്ല, ആണെന്ന് പറഞ്ഞാൽ കരയാൻ പാടില്ലാത്തതാണ്. പെണ്ണെന്ന് പറഞ്ഞാല് പിന്നെ എന്താ പറയാ, അവള് മാതൃത്വമുണ്ട്, അതുകൊണ്ട് തന്നെ അവള് ആ രീതിയിൽ പെരുമാറണം, സോഫ്റ്റ് ആയിട്ട് പെരുമാറണം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഒരാൾ പെണ്ണാകുന്നതും എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ ജെൻഡർ ആശയം വരുന്നത് തന്നെ ഫെമിനിസത്തിൽ നിന്നാണ്. ഫെമിനിസം ഫസ്റ്റ് വരുന്നത് ഈ പറഞ്ഞ അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഫെമിനിസം വരുന്നത് നമുക്കറിയാവുന്നത് പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങള്, പെണ്ണിന് പിന്നെ സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല, അനന്തരാവകാശം, അതുപോലെ തന്നെ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല, വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഫെമിനിസം ഉണ്ടാകുന്നത്. പെണ്ണിന്റെ അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ടും അവൾക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് വേവ് ഫെമിനിസം എന്ന് പറയുന്നത്. അത് അങ്ങനെ നടന്നു പോകുമ്പോഴാണ് സെക്കൻഡ് വേവ് ഫെമിനിസം ഉണ്ടാകുന്നത്. സെക്കൻഡ് വേവ് ഫെമിനിസത്തിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ പിന്നെ സിമോൺ ദി ബോയ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അവരുടെ ദ സെക്കൻഡ് സെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ് അതിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. അതിൽ അവർ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഒരാളും പിന്നെ ആരും സ്ത്രീയായി ജനിക്കുന്നില്ല, അവരെ സൊസൈറ്റി അങ്ങനെ ആക്കുകയാണ് ചെയ്യുന്നത്. ആരും സ്ത്രീയായി ജനിക്കുന്നില്ല, അങ്ങനെ പിന്നീട് ആയി മാറുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കാം, എത്ര വിചിത്രമായിട്ടുള്ള ആശയമാണ് അല്ലെ? ആരും പെണ്ണായി ജനിക്കുന്നില്ല എന്ന് പറയുന്നതോടുകൂടി തന്നെ പെണ്ണ് എന്ന ഒരു പദത്തിനകത്ത് നമുക്കറിയാം നമ്മൾ അനുഭവിക്കുന്ന പിന്നെ സന്തോഷം എന്താണ്. പെണ്ണ് എന്നുള്ള ഒരു വാക്കിനകത്ത് നമ്മൾ അനുഭവിക്കുന്ന സ്ത്രീത്വത്തിന്റെ ഒരു മാധുര്യം എന്താണ് എന്നുള്ളത് അവിടെ അതിനെ ഒരു സെക്കൻഡ് സെക്സ് ആയിട്ട് നീ പെണ്ണായിട്ടേ ജനിക്കുന്നില്ല, അവളെ സമൂഹം അങ്ങനെ ആക്കി തീർക്കുന്നതാണ് പെണ്ണ് എന്നുള്ളൊരു സാധനം. അപ്പോ പിന്നെ തികച്ചും പെണ്ണത്തം എന്നുള്ളൊരു സാധനത്തിനകത്ത് ഒരു പ്രൗഡും തോന്നാത്ത രീതിയിൽ പെണ്ണിനെ അങ്ങോട്ട് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവരതിനെന്താക്കിന അതെ, അപ്പോൾ ആര് പ്രസവിക്കുന്ന ചോദിച്ചിട്ടുള്ളത് അല്ലെ? അതൊരു വലിയൊരു ചോദ്യമാണ്. ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ കുട്ടികളുമായിട്ട് ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാവണം. ഈ സെക്കൻഡ് പാർട്ട് കംപ്ലീറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യണത് ആരെയെന്നറിയോ? പെൺകുട്ടികളെയാണ്. അത് ശരിക്കും ഫെമിനിസത്തിന്റെ ഒരു ഡോസ് നമ്മളുണ്ടല്ലോ, ഓരോ ഡോസ് എടുക്കല്, ആ ഇഞ്ചക്ഷൻ ആണ് ഈ അടുത്ത ഭാഗങ്ങളിൽ വരുന്നത്. ഈ ഇഞ്ചക്ഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് അടുത്തത് വരുന്നത് കുറച്ചും കൂടെ രീതിയിലായിരിക്കും അടുത്ത ലെസണിൽ വരുന്നത്. 10ാം ക്ലാസ്സിലും പ്ലസ് 1 പ്ലസ് 2 അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത്, BA ലിറ്ററേച്ചറിൽ, BA ഇംഗ്ലീഷ് നമ്മളെ കുട്ടികൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ കുടുംബത്തിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ചോദിച്ചാൽ മതി. അവർക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുണ്ട് ഒരു ജെൻഡർ സെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. അതിനകത്ത് കംപ്ലീറ്റ് ഇതാണ് പറയുന്നത്. കംപ്ലീറ്റ് ഈ ജെൻഡർ പിന്നെ ഇക്വാലിറ്റി, ജെൻഡർ ന്യൂട്രാലിറ്റി, അതുപോലെ തന്നെ ഫെമിനിസം അതാണ് പറയുന്നത്. അത് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അത് കഴിഞ്ഞിട്ട് അവര് MAക്ക് പഠിക്കുന്നതും ലിറ്ററേച്ചറിനകത്ത് പഠിക്കുന്നത് കംപ്ലീറ്റ് ഇതാണ്. ഇത്തരത്തിലുള്ള ആശയങ്ങൾ നമ്മളെ കുട്ടികളെ ഒരുപാട് രീതിയിൽ സ്വാധീനിക്കുകയാണ്. കുട്ടികളുടെ സംസാരത്തിനകത്ത്, കുട്ടികളുടെ ഭാവിയിൽ ഇതൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഇപ്പൊ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ വരെ അവർക്കത് എന്തോ പ്രശ്നമായിട്ട് തോന്നുകയാണ്.
എന്നുവെച്ചാല് ഭർത്താവ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വയ്യാണ്ട് ചോദിച്ചതായിരിക്കാം. അതിന് വേറെ കാണണ്ട, നമുക്കത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു തരുമോ എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾക്ക് ചെയ്താല് ആണിനെന്താ വെള്ളം എടുത്ത് കുടിച്ചൂടെ, ആണിനെന്താ അടുക്കളയിൽ കയറിക്കൂടെ, ഈ ആശയങ്ങളാണ് നമ്മുടെ കുട്ടികളിലേക്ക് എത്തുന്നത്. അപ്പൊ പെണ്ണിന് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, കാവായിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെ ഇത്തരത്തിലുള്ള ആശയങ്ങളെ പെൺകുട്ടികളുടെ മനസ്സിലേക്ക് കയറ്റുന്നത് അത് ഉണ്ടാക്കുന്ന പ്രശ്നം, അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നം വളരെ വലിയ ആപത്താണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഫെമിനിസത്തിന്റെ ഈ അലയൊലികള് ഈ ഒരു പ്രായത്തിലുള്ള 9 പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാല് 14 വയസ്സ് ആയിട്ടുണ്ടാവും അല്ലെ, 13, 14, 15 വയസ്സുള്ള കുട്ടികളിലേക്ക് എത്തിക്കഴിയുമ്പോ അത് പിന്നെ അവര് ഇടപഴകുന്ന ചിലപ്പോ നമ്മളുടെ വേറെ ആൺകുട്ടികളുടെ അടുത്തായിരിക്കും സംസാരിക്കുമ്പോൾ, അവരുടെ അനിയന്മാരുടെ അടുത്ത്, അവരുടെ ഏട്ടന്മാരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ശരിക്കും അത് റിഫ്ലക്ട് ചെയ്യും. അത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അത് നമ്മൾ അത് ഇല്ലാതാകണമെങ്കിൽ നമ്മൾ കൃത്യമായ രീതിയിൽ നമ്മളെ വീടകം തന്നെ അതിനെ മാറ്റണം. ഇപ്പോ പലപ്പോഴും നമ്മുടെ വീടുകളിൽ ട്രഡീഷണലി പോയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അതില് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് ഇന്ന പണി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഒരു ആൺകുട്ടിക്ക് ഇന്ന പണി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ വേർതിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പഠിക്കുകയും കൂടി ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെ ഇത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അവന് ഈ പണി ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലാകും. അതില്ലാത്ത രീതിയിൽ ശരിക്കും പറഞ്ഞാല് അമേരിക്കയിൽ പാരന്റിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സാധനം വന്നിട്ടുള്ളത് തന്നെ. നിങ്ങൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഈക്വൽ ആയിട്ട് കാണണം എന്നുള്ളത്. അപ്പൊ ഈക്വൽ ആയിട്ട് കാണുന്നതിന്റെ ഫലമായിട്ടാണ് അവർക്ക് പിന്നെ ഈ ഒരു ക്ലാസ് എടുത്തു കൊടുക്കുന്നത്, പാരന്റിങ് ക്ലാസ് എടുക്കുന്നത്. അതിൽ നിന്നാണ് പിന്നെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഉണ്ടായി വരുന്നത്. പിന്നെയാണ് ഫെമിനിസത്തിന്റെ ഈ ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള ആശയം ന്യൂട്രാലിറ്റിയിലേക്കൊക്കെ പിന്നെ പോകുന്നത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ നല്ല രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു വീട്ടിനകത്ത് മാതാക്കൾക്ക് ആൺകുട്ടിയെയും പെൺകുട്ടിയെയും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് നേരിയ രീതിയിലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ നിന്ന് കേൾക്കുമ്പോൾ കുട്ടി ഇത് റിലേറ്റ് ചെയ്യും, വീട്ടിലുള്ള കാര്യങ്ങളെ റിലേറ്റ് ചെയ്യും. അത് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റൂല. എന്റെ വീട്ടിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഈ രീതിയിലാവും. അത് മറിച്ച് അങ്ങനെയല്ലല്ലോ എന്റെ വീട്ടിലുള്ളത്, അങ്ങനെയല്ലല്ലോ എന്റെ വീട്ടിൽ അങ്ങനെയല്ലല്ലോ. 4 ആൺകുട്ടികളും അല്ലെങ്കിൽ പിന്നെ 2 ആൺകുട്ടിയും 2 പെൺകുട്ടിയും ഇരിക്കുന്നിടത്ത് ഒരു ആൺകുട്ടിയോട് വെള്ളം എടുത്തു കൊണ്ടുവരാൻ പറയുന്ന ഉമ്മ, അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോട് ഇന്ന കാര്യം ചെയ്യുന്ന പറയുന്ന ഒരു ഉമ്മ ഉണ്ടാകുമ്പോ എന്റെ വീട്ടിലെ അന്തരീക്ഷം അതല്ലല്ലോ എന്ന് കുട്ടി ചിന്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോ നമ്മൾ എന്താ വെച്ചാൽ കൈകാര്യം ചെയ്യുന്നിടത്ത് നമ്മളുടെ ഫാമിലിക്കകത്ത് ആണിനെയും പെണ്ണിനെയും, ആൺകുട്ടിയെയും പെൺകുട്ടിയെയും നമ്മൾ ഏത് സ്ഥാനത്ത് വെക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ വീട്ടിലെ സാമൂഹിക സാഹചര്യം എന്താണ് എന്നൊരു കുട്ടി ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പൊ അതില്ലാതെ നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ വീടകത്തിനകത്ത്, വീടിന്റെ ഉള്ളില് അത് ഇക്വാലിറ്റി എന്നല്ല അതിന് പറയാ, അത് രണ്ടുപേരെയും, അത് ഇക്വാലിറ്റി എന്നുള്ളൊരു പദം സത്യം പറഞ്ഞാല് നമുക്ക് ഉപയോഗിക്കാനേ കഴിയൂല. ഒരു പെണ്ണിന് പെണ്ണിന്റേതായ ദൗത്യവും ഒരു ആണിന് ആണിന്റേതായ ദൗത്യവും ഉണ്ടായിരിക്കും. അതിനെ ഇക്വാലിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ഈ ജെൻഡർ യൂണിഫോമില് ഇക്വാലിറ്റിയാണ് അവർ പറയുന്നത്. ആണും പെണ്ണും ഒരേപോലുള്ള വസ്ത്രം ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇക്വാലിറ്റി ഉണ്ടാവും എന്നുള്ളതാണ്. അവിടെ എങ്ങനെയാണ് ഇക്വാലിറ്റി ഉണ്ടാവുക? ഒരേപോലത്തെ വസ്ത്രം ധരിച്ചു എന്നതുകൊണ്ട്. ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിലായിട്ടുള്ള അന്ന് പറഞ്ഞത് എങ്ങനെയായിരുന്നു, ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് അതൊരു ആശ്വാസമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ വസ്ത്രം ധരിക്കുക, അതുപോലെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ വസ്ത്രം ധരിക്കുക എന്നുള്ള സാധനമാണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതെങ്കിൽ ഇത് രണ്ടുപേർക്കും ഒരൊറ്റ വസ്ത്രമാണ് തീരുമാനിച്ചിട്ടുള്ളത്, അത് ആൺകുട്ടികളുടെ വസ്ത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ പറയുന്നതും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അട്ടപൂജ്യം ആകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോ കുട്ടികളുടെ ഇടയിൽ ഫെമിനിസം കടന്നു വരുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ആയിരിക്കും. ഇത്രയും നിങ്ങൾ കുത്തി പറയല്ലേ, ബുദ്ധിമുട്ടാവും. അപ്പോ നമ്മളാണ് ആ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം ഈ ഒരു വിഷയമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നിയത് പിന്നെ ഈ ജെൻഡർ സ്റ്റീരിയോടൈപ്പിനെ പറ്റി പറയുന്നുണ്ട്. അതിനകത്ത് അവര് പറയുന്ന കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് കൊടുത്തുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര അതിശയം തോന്നി.
അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സ്ത്രീകളും കണ്ടോ വൈകല്യമുള്ളവരാണ്. അപ്പൊ പെണ്ണും ആണും തമ്മിൽ അവർ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ഒക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഒരു പെണ്ണ് ചിന്തിക്കുന്നത് പോലെയല്ല ഒരാണ് ചിന്തിക്കുന്നത്. ഒരാണിന്റെ ശരീരപ്രകൃതി പോലെയല്ല ഒരു പെണ്ണിന്റെ ശരീരപ്രകൃതി. ഈവൻ അവരുടെ സ്കെൽട്ടൺ, അവരുടെ പിന്നെ അസ്ഥികൂടത്തിൽ വരെ അതിന്റെ വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ആണിനെയും പെണ്ണിനെയും ഒരൊറ്റ കുടക്കീഴിൽ എങ്ങനെയാ നിർത്താൻ സാധിക്കുക? ആണിൻ്റെതായ ആണിൻ്റെതായ ആശയങ്ങൾ ഉണ്ടായിരിക്കും, ചിന്തകൾ ഉണ്ടായിരിക്കും, അവൻ്റെതായ ശരീരപ്രകൃതി ഉണ്ടായിരിക്കും. പക്ഷെ അതേ രീതിയിൽ തന്നെ പെണ്ണ് ചിന്തിക്കണം എന്ന് പറയുന്നിടത്താണ് നമുക്ക് ഫെമിനിസം കാണാൻ പറ്റുക. നിങ്ങൾ എവിടെയും നോക്കിക്കോ, ജെൻഡർ ന്യൂട്രാലിറ്റി പറയുന്നിടത്ത്, ഫെമിനിസം പറയുന്നിടത്ത് നിങ്ങൾ പെണ്ണാവൂന്ന് ഒരിക്കലും അവർ പറയുന്നില്ല. പെണ്ണിനോട് മൊത്തം പറയുന്നത് നിങ്ങൾ ആണാകും എന്നുള്ളതാണ്. ആണ് എന്നുള്ള ഒരു ലിംഗത്തെ, ആണത്വത്തിനെ അവർ വിഗ്രഹവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും സൂപ്പർ, അതാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും വലുത്. ആണിനെ പോലെ വസ്ത്രം ധരിക്കുന്നത്, ആണിനെ പോലെ തന്നെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്, അവൻ ചെയ്യുന്ന ജോലികളാണ് ഏറ്റവും നല്ലത്. ഈ രീതിയിൽ ആണിനെ വിഗ്രഹവൽക്കരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പെൺകുട്ടികളുടെ ഇടയിലാണ്. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത് പിന്നെ സെക്ഷലി നമ്മൾ അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ആണാകുകയാണ് അതിന്റെ പ്രതിവിധി എന്നുള്ളൊരു തലത്തിലേക്ക് കുട്ടികൾ ചിന്തിച്ചു പോവുകയാണ്. അപ്പോ ആണാണ് ഏറ്റവും നല്ലത്, ആണത്വമാണ് പിന്നെ കരസ്ഥമാക്കേണ്ടത്, ആണ് ചെയ്യുന്നത് പോലുള്ള ജോലിയാണ് ചെയ്യേണ്ടത്, ആണിനെ പോലെ പെരുമാറുകയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലേക്ക് ആണ് ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പെണ്ണും ജോലി ചെയ്യണം. ഈ ഒരു അവസ്ഥയിലേക്കാണ് പെണ്ണിനെ കൊണ്ടെത്തിക്കുന്നത്. മറിച്ച് പെണ്ണ് എന്താണ് എന്ന് തിരിച്ചറിയാനും, പെണ്ണിന് എങ്ങനെയാണ് അവളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടത്, സമൂഹത്തിൽ അവളുടെ പദവി എന്താണ് എന്ന് ആരും ചർച്ച ചെയ്യണില്ല. പെണ്ണിനോട് ആണാവാനാണ് പറയുന്നത്. ഇപ്പൊ പെണ്ണിന്റെ പണിയൊക്കെ ആരാ എടുക്കുക? ആണായി കഴിഞ്ഞാല് ഇപ്പൊ നേരത്തെ അവർ ചോദിച്ചതുപോലെ ആരാ അവിടെ പ്രസവിക്കുക? ഒരാള് ചോദിക്കുന്നുണ്ടായിരുന്നു, ആരാ പിന്നെ പ്രസവിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം അതൊരു ചെറിയൊരു കാര്യമല്ല. അടുത്ത തലമുറയെ വളർത്തിയെടുക്കുക എന്നുള്ളത്, ഇപ്പൊ നമ്മൾ ഈ ഒരു പരിപാടി തന്നെ വെക്കുന്നതിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാല്, ഉമ്മയാണ്, ഈ മാതാവാണ് ഒരു കുട്ടിയെ വളർത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് എന്ന ബോധ്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. ഒരു ഉമ്മായുടെ സംസാരം ഒരു കുട്ടിയിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കുമെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഒരു കുട്ടി പിന്നെ സമൂഹത്തിലേക്ക് ഒരു തലമുറയെ നമ്മൾ കൊടുക്കുമ്പോൾ, എന്റെ അടുത്തുനിന്ന് വരുന്ന ഒന്നോ രണ്ടോ കുട്ടികള് അവര് പൂർണ്ണമായിട്ടും സമൂഹത്തിനെ സ്നേഹിക്കുന്ന, സേവിക്കുന്ന മക്കളാകണം എന്നുണ്ടെങ്കിൽ അതിൽ എന്റെ ഇൻഫ്ലുവൻസ് ഒരുപാടുണ്ട് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ അത്തരത്തിലുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉമ്മ എന്ന് പറയുന്നത് ഒരുപാട് മൂല്യവത്തായ, മഹത്വമേറിയ, കുലീനയായിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമായിട്ടാണ് ഇസ്ലാം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. അവിടെ നമ്മളോട് പറയുന്നത്, നീ ചെയ്യുന്ന പ്രസവം ഉണ്ടല്ലോ, നീ ചെയ്യുന്ന കുട്ടികളെ വളർത്തലുണ്ടല്ലോ, നീ വെക്കുന്ന ചോറും കഞ്ഞി ഉണ്ടല്ലോ, അത് ഒന്നിനും പറ്റാത്തതാണ്. നീ ഒരു പാഴ് വസ്തുവാണ്. ഇത്രയും കാലം നീ ചോറും കഞ്ഞിയും വെച്ചത് ഒന്നുമല്ല. നീ ഇത്രയും കാലം കുട്ടികളെ നോക്കിയതും മുലയൂട്ടിയതും പ്രസവിച്ചതൊക്കെ നിന്റെ ജന്മം പാഴായി പോയി എന്നുള്ള സാധനത്തിലേക്കാണ് ഇവർ വളർത്തിക്കൊണ്ടുവരുന്നത്. അവർ പറയുന്നത്, നിനക്ക് എന്തുകൊണ്ട് ജോലി എടുത്തുകൂടാ? നിന്റെ 30കളിൽ നീ എന്തിനാണ് കുട്ടികളെ നോക്കി നടന്നത്? 30കളിൽ നിനക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ നിനക്ക് ഇത്രയും സാലറി കിട്ടുമായിരുന്നില്ലേ? നിനക്ക് ഇത്രയും സമ്പാദിക്കാമായിരുന്നില്ലേ? നിനക്ക് ഇത്രയും യാത്ര ചെയ്യാമായിരുന്നില്ലേ? പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? ഞാൻ ഈ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ നല്ലൊരു തലമുറയാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത്. എപ്പോഴും സമൂഹത്തിന്റെ നിലനിൽപ്പ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇസ്ലാമിന്റെ ഏത് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും, അപ്പോ സമൂഹത്തിന്റെ ഏത് വിഷയങ്ങൾ നമ്മൾ ഇസ്ലാമിന്റെ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോൾ അത് ഏത് കാര്യങ്ങളും അത് സമൂഹമായിട്ട് റിലേറ്റഡ് ആയിരിക്കും, സമൂഹമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അത് വെച്ചാൽ സമൂഹം തകരുന്നതോട് കൂടിയിട്ട് പിന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ നിലനിൽപ്പില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടു നടക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് പോവാം. അത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ചർച്ച ചെയ്ത വിഷയങ്ങളുണ്ടല്ലോ, ലാസ്റ്റ് പേജും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതില് നമ്മൾ പറഞ്ഞതുപോലെ വിളികളുണ്ടല്ലോ. ഇപ്പൊ ഭാഷയില് ഇപ്പൊ കേരളം അത് കുറച്ചു മുമ്പ് ചർച്ച ചെയ്തതാണ്. ടീച്ചർ വിളി, മാഷ് എന്ന് വിളിക്കേണ്ട എല്ലാ കുട്ടികളെല്ലാവരും ടീച്ചർ വിളിച്ചാൽ മതി എന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ടല്ലോ. അതേപോലെ വിളികള്, പിന്നെ വസ്ത്രവും അതുപോലെ തന്നെ അഭിസംബോധനകളും
ഒരേപോലെ ആക്കി കഴിഞ്ഞാൽ ജെൻഡർ ഇക്വാലിറ്റി വരും എന്നുള്ള അബദ്ധധാരണയാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട്. അവിടെയൊക്കെ ഞാൻ ഒന്നിനും പറ്റാത്ത എന്റെ ലിംഗം എന്ന് പറയുന്നത് പ്രശ്നമുണ്ടാകുന്നതാണ്, എനിക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല എന്നുള്ള, ഞാനിവിടെ അടിച്ചമർത്തപ്പെടുകയാണ് എന്നുള്ളൊരു തോന്നൽ കുട്ടികളിലേക്ക്, പെൺകുട്ടികളിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒന്നാണ് ഈ ഒരു ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പരിഷ്കരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഭാഗമായിട്ടായിരുന്നു പിന്നെ സ്കൂളുകളിലൊക്കെ പിന്നെ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് പോലും ഈ ഒരു ഈ ഒരു ഭാഗം പാഠ്യപദ്ധതിയിലേക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഉള്ള വിഷയങ്ങളൊക്കെ ഇതിനെ റിലേറ്റഡ് ആയിരിക്കും. പാഠങ്ങളാകട്ടെ ഇനിയിപ്പോ പിന്നെ അതുപോലെ തന്നെ ഇനി ജെൻഡർ ന്യൂട്രൽ ഹോസ്റ്റലുകൾ വരും, ജെൻഡർ ന്യൂട്രൽ വാഷ്റൂമുകൾ, ടോയ്ലറ്റുകൾ വരും. ഇതൊക്കെ ഇനി വരാനിരിക്കുന്നതാണ്. ഇതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ അനുഭവിച്ച് തീർക്കാതെ ഇനി നമ്മൾ അടങ്ങില്ല. ആ ഒരവസ്ഥയിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതാണ് ഏറ്റവും വലുത് എന്നുള്ളൊരവസ്ഥ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. അവിടെ നിന്നും തിരിച്ചു പോകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഉണ്ടല്ലോ, എല്ലാം കഴിഞ്ഞ് അതിന്റെ അങ്ങനെയാണ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ സംഭവിച്ചത്. അവിടെ നടന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിന്റെ ലാസ്റ്റില് അവരതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു തുടങ്ങി. അവിടുത്തെ പിന്നെ കുട്ടികളില് എന്റെ ജെൻഡർ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ വരികയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് അവസാനിപ്പിക്കാം. ഇതെങ്ങനെയാന്ന് വെച്ചാല് നമ്മളിതില് അറിയേണ്ട ഒരു കാര്യം, നമ്മളുടെ കുട്ടികളിലെങ്കിലും നമുക്കിത് ഈ ഒരു വിഷയത്തെ എത്തിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോ എന്തുകൊണ്ട് നമ്മൾ ഇത് എതിർക്കുന്നു എന്നുള്ളത് നമ്മളുടെ മക്കള് അറിയണം. എന്തുകൊണ്ട് ഇത് എതിർക്കപ്പെടണം എന്ന് കുട്ടികൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അവരിലേക്ക് നമുക്ക് കാര്യങ്ങൾ എത്തിക്കണം. അതോടൊപ്പം തന്നെ പഠിക്കാനുള്ള അവസരങ്ങൾ അവർക്ക് ഓപ്പൺ ചെയ്തു കൊടുക്കുകയും വേണം. ഓക്കെ, അതിന് ആദ്യം എന്ന് പറയുന്നത് ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ പലപ്പോഴും കുട്ടികൾ വിചാരിക്കുക ഇതൊരു ജെൻഡർ ഇക്വാലിറ്റി ആണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അവര് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലെസ്ബിയൻ ആശയങ്ങളായിരിക്കും അവരെടുത്ത് പറയുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ബാലുശ്ശേരി സ്കൂളിൽ ജനറൽ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നപ്പോ, ജനറൽ ഇക്വാലിറ്റിയുടെ പേരിൽ അവർ ജനറൽ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നപ്പോ അന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവരുടെ ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തത്, അതിന്റെ അധികൃതര്, അതിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകള് അത് പറയുന്ന മേൽമുണ്ട് ആരോ ചോദിച്ചതിന് മറുപടി പറയട്ടെ ഞാൻ. മേൽമുണ്ട് സമരമൊക്കെ ഇവര് പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് പറയുകയാണ്. പിന്നെ ജെൻഡർ വേർതിരിവുകൾ ഉണ്ടല്ലോ, അത് ഭയങ്കര അതിശയാണ്. അത് പിന്നെ എന്താ പറയാ, ഈ ഇതുണ്ട് ലിംഗവ്യത്യാസങ്ങൾ കാണിക്കുന്നത് പോലെ തന്നെയാണ് റേസ്, ജാതി, മതം, വർഗം എന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞു വയ്ക്കുന്ന രണ്ട് ഉദാഹരണം മറ്റേ കല്ലുമാല സമരമൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് ശരിക്കും ഇത് എന്താണെന്ന് തോന്നിപ്പോകും. കാരണം ഈ രണ്ട് കാര്യങ്ങൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യേണ്ട ഒരു സാധനമേ അല്ല. എന്നിട്ട് അവർ പറയാണ് ഇതാണ് പിന്നെ ജെൻഡർ ഡിസ്ക്രിമിനേഷന്റെ ഭാഗമായിട്ടാണ് അവരതിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, നമുക്ക് അതങ്ങനെ ഒരു സംഭവം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോ നമ്മൾ പറയുന്ന വെച്ചാൽ എന്താ വെച്ചാല് മന്ത്രി അതിനകത്ത് പറയുന്നുണ്ട് ഇവിടെ ഹെറ്ററോനോമേറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ കംപ്ലീറ്റ് ഇല്ലാതാക്കുകയാണ് എന്നുള്ളത്. അതാണ് വേണ്ടത്. എന്നിട്ട് ക്വയർ നോമേറ്റീവ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ്. എന്താണ് ഹെറ്ററോനോമേറ്റീവ് എന്ന് പറഞ്ഞാല്, നമ്മള് പരമ്പരാഗതമായിട്ട് പ്രകൃതിപരമായിട്ടും നമ്മൾ കണ്ടുവരുന്ന ആണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധം, അതിലൂടെ പുതിയ ജനറേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഹെറ്ററോനോമേറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റി എന്ന് പറഞ്ഞാൽ. അതാണ് എപ്പോഴും നിലനിൽക്കുന്നത്. അതാണ് പ്രകൃതിപരം. ആ ഒരു സാധനത്തിനെ തകർത്തുകൊണ്ട് ആർക്കും ആരോടും എങ്ങനെയും എന്തും ഏത് രീതിയിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നുള്ളൊരു അവസ്ഥ, അഥവാ ക്യൂർ നോമേറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി, അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെത്, അതാണ് സൗന്ദര്യത്തിൻ്റെത്, അതാണ് പിന്നെ സ്നേഹത്തിൻ്റെത് എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ആ ഒരു ക്യൂർ നോമേറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റിയെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഹെറ്ററോനോമേറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ തകർത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അത് നമുക്കറിയാം. അത് കണ്ടുവന്നതാണ്. നമുക്കറിയാം എയ്ഡ്സ്, അതുപോലെ തന്നെ പിന്നെ മങ്കി പോക്സ് പോലെയുള്ള അസുഖങ്ങൾ ഏറ്റവും കൂടുതൽ സ്വർഗരക്കാരുടെ ഇടയിലാണ് കണ്ടുവരുന്നത്. ഇപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വരുന്നത്, എയ്ഡ്സ് എന്നുള്ളത് നമ്മളെ കേരളത്തിൽ കൊച്ചിയിലൊക്കെ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. പെൺകുട്ടികളുടെ ഇടയിലൊക്കെ
എയ്ഡ്സ് വമ്പിച്ച രീതിയിൽ പിന്നെ കൂടിയതായിട്ടുള്ള റിപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. യഥാർത്ഥ രീതിയിലുള്ള സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണിത്. നമ്മളുടെ കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതിന്റെ ഉത്തരവാദിത്വവും നമുക്കുള്ളതാണ്. അത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടേണ്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കയറി ഇരുന്നുകൊണ്ട് അവരെന്താണോ പറയുന്നത്, ഒരു ലെസ്ബിയനോ അല്ലെങ്കിൽ ഒരു ഗേയോ വന്ന് ചിലപ്പോൾ ക്ലാസ് എടുക്കുന്നതായിരിക്കാം. അത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് പിന്നെ അതാണ് അല്ലെങ്കിൽ LGBTQ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്ന ജെൻഡർ അല്ല സെക്സ് എഡ്യൂക്കേഷൻ കേട്ടുകൊണ്ടല്ല നമ്മളുടെ മക്കൾ വളരേണ്ടത്. നമുക്ക് കൃത്യമായ രീതിയിൽ ഇസ്ലാമിന് അതിന് കാഴ്ചപ്പാടുകളുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിപ്പിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അടുത്ത ജനറേഷനിലേക്ക് അത് എത്തിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള പിന്നെ സെക്സ് എഡ്യൂക്കേഷൻ നമ്മളുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റണം. അത് പിന്നെ മാന്യമായ രീതിയിൽ നമ്മളെ മക്കളോട് പറയാനുള്ള ഒരു കഴിവും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ഇത് പറഞ്ഞ പോലെ ഇങ്ങനത്തെ അവിടുന്ന് ഇവിടുന്ന് കുട്ടികൾക്ക് പലതും കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് ഈ ഒരു സാധനം എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാല് എന്താണ് ഇതിന് മുമ്പ് സെക്സ് എഡ്യൂക്കേഷൻ ആയിരുന്നു. ഓക്കെ, അതെ അതെ. അപ്പോ പിന്നെ നമ്മൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല് രണ്ടാമതായിട്ട് നമ്മൾ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഇതിന് ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു അടിത്തറയും ഇല്ല. നമ്മൾ പറയുമ്പോ ജെൻഡർ തിയറി, ക്യൂർ തിയറി എന്നൊക്കെയാണ് നമ്മൾ പറയുക. പക്ഷെ ഇത് ഒരു തിയറി ആയിട്ടേ അല്ല ഇത് കണക്കാക്കപ്പെടുന്നത്. കുറെ ആശയങ്ങൾ മാത്രമാണ്. ഇത്തരത്തിലുള്ള ആശയങ്ങൾക്ക് പിന്നെ പിന്നാലെ പോവുകയും ജീവിതം മൊത്തം ഇല്ലാതാക്കുകയും നമ്മളുടെ കുട്ടികളെ ഇതിൽ ബലിയാടാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകണം. ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് ചിന്തിക്കേണ്ടത്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരിക്കലും പിന്നെ തെളിയിക്കപ്പെടാത്ത അല്ലെങ്കിൽ എന്തൊക്കെയോ ആരൊക്കെയോ പറഞ്ഞു കൂട്ടുന്ന തിയറികളാണ് ഇതെല്ലാം എന്നുള്ള ഒരു ബോധ്യമാണ് ഉണ്ടാകേണ്ടത്. പിന്നെ മൂന്നാമതായിട്ട് വേണ്ടതെന്ന് വെച്ചാല് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താ വെച്ചാല് ഇത് കുടുംബത്തിനെ തകർക്കുകയാണ് ചെയ്യുന്നത്. കുടുംബം തകർന്നു കഴിഞ്ഞാൽ സമൂഹം ഇല്ലാതാകും. കുടുംബത്തിനകത്ത് തകർച്ച സംഭവിച്ചു കഴിഞ്ഞാല് അവിടെ കുടുംബത്തിനകത്ത് ആരാ ഉള്ളത്? ഒരു ഉമ്മയും ഉപ്പയും മക്കളുമാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉമ്മ ഒറ്റപ്പെടും, കുട്ടികൾ ഒറ്റപ്പെടും. പാപ്പ സ്വാഭാവികമായിട്ടും ഉപ്പാക്കും ഉമ്മാന്റെയും കുട്ടികളുടെയൊക്കെ സപ്പോർട്ട് വേണം, അതില്ലാതാവും. കുടുംബത്തിനകത്ത് തകർച്ച സംഭവിക്കുക. കുടുംബത്തിനകത്ത് തകർച്ച സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന അവിടെ മക്കളായിരിക്കും, അല്ലെ? പിന്നെ ഉമ്മയായിരിക്കും, ഉപ്പയായിരിക്കും, ഒക്കെ ആയിരിക്കും. അപ്പോ കുടുംബം തകരുന്ന ഒരവസ്ഥയാണ് മൂന്നാമതായിട്ട് ഉണ്ടാകുന്നത്. നാലാമതായിട്ട് ഉണ്ടാകുന്ന വെച്ചാല് നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ജെൻഡർ എന്താണെന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക് കുട്ടികൾ പോകുന്നുള്ളതാണ്. എന്റെ ജെൻഡർ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയണില്ലെങ്കിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷം അത് വളരെ വലുതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. പിന്നെ ആണിന്റെ ശരീരപ്രകൃതി ഉണ്ട്, ആണിന്റെ സെക്സ് എനിക്കുണ്ട്, എന്നിട്ട് എനിക്ക് അങ്ങനെ തോന്നുക സമൂഹം എന്നെ പഠിപ്പിച്ചത്, എന്റെ സൊസൈറ്റിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നുക ഞാൻ പെണ്ണാണോ. എന്നിട്ട് അതിനനുസരിച്ച് ഞാൻ എന്റെ ശരീരത്തിനകത്ത് സർജറി നടത്തുകയാണ്, അത്തരത്തിലുള്ള ഹോർമോൺ ട്രീറ്റ്മെന്റുകൾ ചെയ്യുകയാണ്. അതുപോലെ തന്നെ പെൺകുട്ടിക്ക് തോന്നുകയാണ് ഞാൻ ആണാണ് എന്നുള്ളത്. ഇങ്ങനത്തെ രീതിയിൽ ചിന്തകൾ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നത്തെയാണ് പിന്നെ നമ്മൾ ഇനിയുള്ള ജനറേഷനിൽ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അതൊരു വലിയ പിന്നെ സാമൂഹിക പ്രശ്നമായിട്ട് മാറും. എന്റെ ജെൻഡർ എന്താണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥ വരിക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അഞ്ചാമതായിട്ട് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താണ് ഞാൻ എന്നുള്ള എന്റെ ഒരു ഐഡന്റിറ്റി എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്താ പിന്നെ എന്റെ സൊസൈറ്റിക്ക് ചെയ്യാൻ പറ്റുക? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കൂടിയും ഒരു വ്യക്തി ഭൂമിയിലേക്ക് വരുന്നത് അവന്റേതായ ഉത്തരവാദിത്തങ്ങളും ദൗത്യങ്ങളും നിർവഹിക്കാനുണ്ട്. ആ ദൗത്യം ഒന്നും നിർവഹിക്കാൻ കഴിയാതെ സ്വന്തം ഐഡന്റിറ്റി പോലും മനസ്സിലാക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ലോകത്തോട് എന്ത് ചെയ്യാനാണ്, ഞാൻ ഈ സമൂഹത്തിന് എന്ത് ചെയ്യാനാണ് എന്നുള്ളൊരു അവസ്ഥ വരും. അങ്ങനെ തൃപ്തികരമല്ലാത്ത ഒരു കുടുംബജീവിതവും ലൈംഗിക ജീവിതവും ഒക്കെ നയിച്ച് അവസാനം പിന്നെ സ്വന്തം തന്നെ അത് ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയാണ് പിന്നീട് ഉണ്ടാകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാമൂഹിക സാഹചര്യമാണ് നമ്മള് ഈ ഒരു പിന്നെ ഇത്തരത്തിലുള്ള ജെൻഡർ ന്യൂട്രാലിറ്റിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു സമൂഹം ഉണ്ടാകുമ്പോൾ അത് ആയി മാറുമ്പോൾ നമുക്ക് പിന്നെ നേരിടേണ്ടി വരുന്നത്. അത് ഇല്ലാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളെ നമുക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ കൃത്യമായ രീതിയിൽ നമുക്ക് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സാധിക്കണം. ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സ്
ആണ് മെയിൻ ആയിട്ട് നമ്മളെ കുട്ടികൾ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അവിടെയാണ് അവരെ സോഫ്റ്റ് കോർണർ, അവിടെയാണ് അവർ പിടിക്കുക. ട്രാൻസ്ജെൻഡേഴ്സ് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാല്, അവരുടെ പേരും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു പുകമറ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരിക്കലും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല. അവരെ സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്, അവരുടെ മറവില് മറ്റുള്ളവര് അവിടെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ലെസ്ബിയൻ ആണെങ്കിലും ഗേ ആണെങ്കിലും ഒക്കെ, ഇന്റർസെക്സ് ഒക്കെ ആണെങ്കിലും അവിടെ അവര് അല്ല പിന്നെ ബൈസെക്ഷൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ അതിനെ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് ഇവരുടെ ഒരു മറവില്. ഇവർക്ക് യാതൊരുവിധ പിന്നെ സപ്പോർട്ട് അവിടെ കിട്ടുന്നില്ല. അവർക്ക് യഥാർത്ഥത്തിലുള്ള സപ്പോർട്ട് എന്താണ് ചെയ്യേണ്ടത്, അവരെ എങ്ങനെയാണ്, എന്താണ് അതിനുള്ള സൊല്യൂഷൻ എന്നുള്ളത് ഇസ്ലാം പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. എന്നിട്ട് ഇവരുടെ മറവിൽ എന്ത് ചെയ്യുന്നു, ഇവരെല്ലാവരും ആഘോഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് എന്തെങ്കിലും ഇവർക്കുണ്ടാകുന്ന ഈ മാനസിക പ്രയാസങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചികിത്സയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കൗൺസിലിങ്ങോ ചികിത്സയോ ഒന്നും കൊടുക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. ഇവരൊരു വിഭാഗമായി ട്രാൻസ്ജെൻഡേഴ്സ് അവരൊരു വിഭാഗമാക്കിയിട്ട് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ വിഭാഗമാക്കി മാറ്റി നിർത്തുമ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ട് ഇതൊരു പ്രശ്നമാണ് എന്ന് പറയുമ്പോഴല്ലേ നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുവരുന്ന എല്ലാ പഠനങ്ങളും എല്ലാ ട്രീറ്റ്മെന്റുകളും അവരെന്താക്കി മാറ്റുകയാണ്, അത് തള്ളുകയാണ് ചെയ്യുന്നത്. അതൊന്നിനും പറ്റാത്ത ഒന്നാക്കിയിട്ട് അതിനെ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് സൊല്യൂഷൻ ഇല്ലാതായി വരിക ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവർക്ക് ഇവരെ വെച്ചുകൊണ്ട് ഇവര് ഒരു ജെൻഡർ പൊളിറ്റിക്സ് ഉണ്ടാക്കുക ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രാഷ്ട്രീയം അതിനകത്ത് ഇവർ പെട്ടുപോവുക ചെയ്യുന്നത് സത്യം പറഞ്ഞാല്. അപ്പൊ ഈ ഒരു ട്രാൻസ്ജെൻഡേഴ്സും അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ സെക്ഷൽ ആണെന്നുണ്ടെങ്കിലും പിന്നെ ഇന്റർസെക്സ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും സമൂഹം അതിന് കൃത്യമായ രീതിയിൽ ഇടപെടുകയുമാണ് ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് മറ്റുള്ളവർ കൂടി ഇതിനകത്ത് വരികയും ഇതെല്ലാം ഒന്നാണെന്ന് പറയുകയും അതിന്റെ കീഴില് ഒരു തരത്തിലുള്ള ലൈംഗിക വിഭ്രാന്തി, ഒരുതരം ലൈംഗികമായിട്ടുള്ള എല്ലാത്തിനെയും ആ രീതിയിൽ കാണുകയും പിന്നെ ലോകക്രമം തന്നെ അതിനനുസരിച്ച് മാറണം എന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മളുടെ കുഞ്ഞു മക്കൾ പഠിക്കുന്ന പാഠപുസ്തകത്തിനകത്താണ് ഇത്രയും വലിയ രീതിയിലുള്ള വിഷയങ്ങൾ കുത്തിക്കയറ്റുന്നത്. ഈ സന്ദർഭത്തില് കുട്ടികൾ അത് പഠിക്കുന്നു, മനഃപ്പാഠമാക്കുന്നു, അവരത് അവരുടെ നോട്ട്ബുക്കിൽ എഴുതുന്നു, അവരുടെ ആൻസർ ഷീറ്റിലേക്ക് എഴുതുന്നു, അവരുടെ മനസ്സിലേക്ക് അത് പതിയുന്നു എന്നുള്ളതാണ്. അവർ പോലും അറിയാതെ ഇതൊക്കെ എങ്ങനെയൊക്കെ പറയുന്നു, പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ കൂടിയും അവരുടെ മനസ്സിലേക്ക് അത് ആഴത്തിൽ പതിയുന്നുണ്ട്. അതിന്റെ ഇൻഫ്ലുവൻസ് അവരുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായിട്ട് വരികയും ചെയ്യും. അപ്പോ അതിനു മുമ്പായിട്ട് തന്നെ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീടകങ്ങൾ കുട്ടികളുമായിട്ടുള്ള എന്താണ് കേരള എന്നുള്ള ഉദ്ദേശിച്ചത് മനസ്സിലായി. അപ്പോ സിലബസ് ആണോ? NCERT-ന്റെ പിന്നെ സിലബസ് ആണിത്, മനസ്സിലായില്ലേ? കേരള സിലബസിലുള്ള അതിൽ മലയാളത്തിലുള്ളതുള്ള ഞാൻ എടുത്തത്, ഇംഗ്ലീഷിലും ഇതേപോലെ തന്നെ ഉണ്ട്. അവിടെ ഇംഗ്ലീഷ് മീഡിയം മലയാളമാണല്ലോ ഉള്ളത്, അതിനകത്ത് ഇതാണുള്ളത്. ഓക്കെ, അപ്പോ ഇനിയുള്ള നമ്മളുടെ ഓരോ സിലബസിനകത്തും ഇത് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോ പിന്നെ ഇത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കുട്ടികൾ പഠിക്കുന്ന, സാധാരണക്കാരായ ആളുകളുടെ മക്കൾ പഠിക്കുന്ന സിലബസ് ആണ്. ഇതിനകത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് കുട്ടികളുമായിട്ടുള്ള ചർച്ചകൾ നടത്തുക, കുട്ടികളായിട്ട് സംസാരിക്കുക, ഓപ്പൺ ആയിട്ട് അവരോട് വിഷയങ്ങൾ സംസാരിക്കുക. അവരുടെ അടുത്തുള്ള കാര്യങ്ങൾ നമുക്കറിയാം, നമ്മുടെ അടുത്തുള്ള കാര്യങ്ങൾ അവരോട് പറയുക. അതിങ്ങനെ ഭയങ്കരമായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുക നമുക്ക് ചർച്ച ചെയ്യാമെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കിട്ടാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി. പിന്നെ അങ്ങനെ അവിടെ കിട്ടൂല, ഞാൻ വേറെ രീതിയിലാണ് എടുത്തത്. നമുക്ക് നോക്കാം ഇൻഷാല്ലാ. 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഗൂഗിളിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഡയറക്റ്റ് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോ കുട്ടികളുമായിട്ടുള്ള സംസാരങ്ങളില് അവരുമായിട്ട് അതെ നമ്മൾ ഫസ്റ്റ് തന്നെ കുട്ടികളോട് ഇത് പറയണം. അപ്പൊ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും വീടിന്റെ ഉള്ളിൽ നിന്ന് ഇനി ഇങ്ങനത്തെ ചിന്താഗതികൾ ഇങ്ങനെ തുരുതുരേ വന്നുകൊണ്ടിരിക്കും. ലിബറൽ ചിന്താഗതികളുടെ ഇത്തരത്തിലുള്ള ആശയങ്ങള്, ലിബറൽ ചിന്താഗതികൾ ഒരുപാട് ഇനി വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മള് പിന്നെ നമ്മളെ കുട്ടികളുടെ കയ്യില് എന്തുണ്ട്, 9ലാണല്ലേ, നമ്മളുടെ കുട്ടികളുടെ കൈകളിൽ നമ്മൾ മൊബൈൽ കൊടുക്കുന്നു, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പലതും കാണുന്നു, കേൾക്കുന്നു. അതിലുപരിയായിട്ട് ചില സമയങ്ങളിൽ കുട്ടികളായിട്ട് നമുക്ക് സംസാരിക്കാൻ ഒരു സമയം കണ്ടെത്തണം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങോട്ടാണ് നമ്മളെ കുട്ടികൾ പോകുന്നത് എന്ന്. അപ്പോ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴാകണം, ചിലപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും പണി എടുക്കുമ്പോഴായിരിക്കണം, വീട്ടിലെല്ലാവരും കൂടെ കൂടിയിരുന്ന് ക്ലീനിങ് ചെയ്യുമ്പോഴായിരിക്കാം, ഒരു ഞായറാഴ്ച ദിവസം നമ്മൾ എങ്ങോട്ടേലും പുറത്തു പോകുമ്പോഴായിരിക്കാം. ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നസീഹ അത് ഷെയർ ചെയ്തിട്ട് തോന്നുന്നു, നിങ്ങൾക്ക് അവിടുന്ന് വേണമെങ്കിലും എടുക്കാട്ടോ. അപ്പോ പിന്നെ
അങ്ങനെ നമ്മളുടെ ഒരു ചർച്ചയുടെ ഒരു ഭാഗമാകണം ഇത് ട്ടോ. അപ്പൊ ആ രീതിയിലായാൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോ സത്യം പറഞ്ഞാല് നമ്മൾ ഈ പരിപാടി വെക്കുന്ന തന്നെ നമ്മുടെ കുട്ടികളും ഇതേപോലെ പിന്നെ ഇപ്പൊ നമ്മളെയൊക്കെ കുട്ടികൾ ഇപ്പൊ 8ാം ക്ലാസ്സിൽ നിന്ന് രണ്ടാമത്തെ മോൻ ഇപ്പൊ 8ാം ക്ലാസ്സിലാണ്, നെക്സ്റ്റ് ഇയർ 9ലാണ് ഈ സിലബസ് അവർ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മളുടെ ഇടയിലുള്ള പ്രശ്നമാണിത്. അതിനെ നമ്മൾ പിന്നെ ഐഡന്റിഫൈ ചെയ്യുകയും നമ്മൾ അത് ചർച്ച ചെയ്യുകയും ഈവൻ നമ്മൾക്കിടയിൽ നമുക്ക് അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അപ്പോ അതിന് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. നമ്മളുടെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് കൊണ്ട് കഴിയുന്നത് പോലെ, നിങ്ങൾ കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾ നമ്മളിലേക്കും ഒക്കെ എത്തിക്കുക. നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മളെല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മുടെ മക്കൾ ഏറ്റവും നല്ല മക്കളാകണം എന്നുള്ളത് അല്ലെ. അത് ഈ മാനസികമായിട്ടാണെങ്കിലും മറ്റു വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ മക്കൾ നല്ല മക്കളാകണം എന്നുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. അപ്പൊ അത്തരത്തിലുള്ള നല്ല മക്കളെ നമുക്ക് സൃഷ്ടിക്കണമെങ്കിൽ നമ്മളതില് കുറെ പണിപ്പെടുക തന്നെ വേണം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അവരുടെ കൂടെ തന്നെ നിൽക്കണം. നമ്മൾ അതിന് ഓരോ മുകളിൽ ഇങ്ങനെ ഒരു ഡ്രോൺ ആയിട്ട് ഇങ്ങനെ പറന്ന് നടക്കണം എന്നൊന്നുമല്ല. അവരെ സ്വതന്ത്രരാക്കണം. അവരുടെ ചിന്തകൾക്ക് നമുക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അതോടൊപ്പം തന്നെ അവര് പിന്നെ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് നമ്മൾ അറിയുകയും ചെയ്യണം. അവിടെ നമ്മളുടെ ഒരു കടിഞ്ഞാൺ അവിടെ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ അവരെ നമുക്ക് പറത്താൻ എവിടെയാണെങ്കിലും അവർ പറഞ്ഞോട്ടെ, പക്ഷെ ആ കടിഞ്ഞാൺ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് നല്ല രീതിയിൽ അവരെ വളർത്താൻ കഴിയണം ഇൻഷാ അല്ലാഹ്. അപ്പോ ഇത്തരം ഈ ഒരു വിഷയം നമ്മളിവിടെ ചർച്ചയാക്കിയതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇതാണ്. അതോടൊപ്പം തന്നെ മാതാക്കൾ എന്നുള്ള നിലയ്ക്ക് കുട്ടികളുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെയാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കള് പിന്നെ നല്ല രീതിയിൽ വളരട്ടെ. അതോടൊപ്പം തന്നെ ഖുർആൻ പറയുന്നത് പോലെ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്നിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ കൃത്യമായിട്ട് അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. വാഹിദ് ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സോറി, ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. ഇത് സംബന്ധമായിട്ട് നമ്മൾ ഒരു വർക്ക്ഷോപ്പ് വെക്കുന്നുണ്ട്, 2 ക്ലാസ്സുകളോട് കൂടിയിട്ടുള്ള. അതിൽ ഒരു വർക്ക്ഷോപ്പ് പിന്നെ ഉമ്മമാർക്കുള്ളതായിരിക്കും. അതിൽ രണ്ടാമത്തെ വർക്ക്ഷോപ്പ് എന്നുള്ളത് സ്റ്റുഡൻസിനായിരിക്കും. സ്റ്റുഡൻസ് എന്നുള്ളത് നിങ്ങളെ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ ഒക്കെ അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കാം. മാക്സിമം കുട്ടികളെ നമ്മളെ കുട്ടികളിലേക്ക് ഇത്തരം ആശയങ്ങൾ നമ്മൾ വേറെ കൂടെ പറിച്ചു കളയുക തന്നെ വേണം ഇൻഷാ അല്ലാഹ്. അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കണം. നമ്മൾ നിങ്ങളെ അറിയിക്കും ഇൻഷാ അല്ലാഹ് വർക്ക്ഷോപ്പ് എപ്പോഴാണെന്നുള്ളത്. ആദ്യത്തെ വർക്ക്ഷോപ്പ് അത് മദേഴ്സിനായിരിക്കും. സെക്കൻഡ് വർക്ക്ഷോപ്പ് എന്നുള്ളത് പിന്നെ ഈ കുട്ടികൾക്കായിരിക്കും. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വിഷയത്തെ പഠിക്കണം. നമ്മൾ ഏത് ഭാഗത്ത് നിന്ന് നമ്മുടെ കുട്ടികൾ നമ്മളോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് കൂളായിട്ട് ആൻസർ പറയുന്ന രീതിയിൽ ഈ വിഷയത്തെ നമുക്ക് അറിഞ്ഞിരിക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, വാഹിദ് ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.